Praise the Lord. प्रभु की स्तुति हो. Praise the Lord. प्रभु की स्तुति हो. Praise the Lord. प्रभु की स्तुति हो. കർത്താവിന്റെ ധന്യമേറിയ നാമം മഹത്വപ്പെടട്ടെ. परमेश्वर के महान नाम को महिमा मिले. അനുഗ്രഹീതമായ ഒരു ദിവസത്തിൽ കൂടെ കർത്താവിന്റെ വചനത്തിന്റെ വക്താവായി നിൽപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് इस अनुग्रहित दिन के अंदर परमेश्वर के वचन के साथ खड़े होने के लिए परमेश्वर का मैं धन्यवाद करता हूं. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സന്തോഷകരമായ ഒരു അനുഭവമാണ് ഇന്ന് പകൽ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത്. और मेरे जीवन में मुझे मिलने वाला एक बहुत ही बड़ा आनंद का कारण है कि आज की सुबह मैं आप लोगों के साथ हूं. പ്രത്യേകിച്ച് ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദൈവ സാന്നിധ്യത്തിനായി കർത്താവിന് സ്തോത്രം विशेष ചെയ്യുന്നു. मैं परमेश्वर का धन्यवाद करना चाहता हूं कि परमेश्वर की हुजूरी बहुत आयत से हमारे मध्य में है. ഇന്ന് ഈ ശുശ്രൂഷകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നേതൃത്വം നൽകുന്ന കർത്തൃദാസൻ പാസ്റ്റർ രഞ്ജിത്ത് എബ്രഹാമിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം विशेष ചെയ്യുന്നു. परमेश्वर की सेवकाई को आगे बढ़ाने में जो अगुवाई करने वाले पास्टर आर अब्राहम हैं उनके लिए मैं परमेश्वर का धन्यवाद करूंगा. ഞാൻ ഇവിടെ പ്രസംഗിക്കാനായിട്ടൊന്നും വന്നതല്ല. मैं कोई प्रचार करने के लिए यहाँ पर नहीं आया. എൻ്റെ ഒരു കുറ്റബോധം തീർക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. और मेरी खुद की मन की ग्लानि को दूर करने के लिए मैं यहाँ पर आया. അത് മറ്റൊന്നുമല്ല, उतना ही नहीं, वो ऐसा नहीं. ക്രിസ്തുവിൽ ഞങ്ങളൊക്കെ പിതാവിനെ പോലെ ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ആർ എബ്രഹാം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ 50 വർഷം പൂർത്തീകരിച്ച വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. और उसका शायद मेरे मन में ऐसा मैंने सोचा कि विशेष पिछले सत्र में पास्टर आर अब्राहम जी ने अपने सेवकाई में 50 वर्ष पूरे किए. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് അനേക ദൈവദാസന്മാർ കഴിഞ്ഞ വർഷം ഇവിടെ കടന്നു और വരുവാനിടയായി. गत सत्र में काफी सारे परमेश्वर के दास लोग अलग अलग जगहों से, संसार के अलग अलग कोनों से यहाँ पर उसमें आए. കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും തന്നെ ഇവിടെ കടന്നു और വരുവാനിടയായി. केरल से और भारत से भी हमारे जो अगुवे हैं वे सब उस कार्यक्रम में यहाँ पर आए. പക്ഷേ ആ പ്രാവശ്യം ഞങ്ങൾക്ക് 2 പേർക്ക് ഇവിടെ വരാൻ പറ്റിയില്ല. परंतु उस समय हम में से 2 लोगों को यहाँ पर आना संभव नहीं हुआ. എനിക്കും പാസ്റ്റർ പ്രിൻസ് തോമസിനും ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. और मुझको और पास्टर प्रिंस थॉमस हम गत सत्र यहाँ पर नहीं आ पाए. അതിനുശേഷം കേരളത്തിൽ വെച്ച് കണ്ടപ്പം പ്രിയ ബാബുച്ചാൻ ഒറ്റ വാക്ക് എന്നോട് ചോദിച്ചു, എന്നാലും നീ വന്നില്ലല്ലോ. और उसके बाद बाबू चायन ने मुझसे पूछा, केरल में जो भी हो तू तो आया नहीं. അന്ന് ഞാൻ തീരുമാനിച്ചു കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ഒരു വർഷം ഉണ്ടെങ്കിൽ ഇവിടെ വരണം എന്നുള്ള കാര്യം തീരുമാനിക്കാനിടയായി. ഇന്ന് ഇങ്ങനെ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. तब मैंने निर्णय लिया कि अगर 1 साल और मुझे मिलता है, परमेश्वर के आने में देरी होती है, प्रभु के आने में देरी होती है, तो इस साल मैं यहाँ पर आपके मध्य में आऊंगा. और आज यहाँ पर आकर मैं अपने आप में बहुत खुश महसूस कर रहा हूं. കർത്തൃദാസന്മാർ ഓർപ്പിച്ചതുപോലെ പ്രിയ പാസ്റ്റർ അബ്രഹാം പാസ്റ്റർ വി എ തമ്പിയൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൽ ഞങ്ങളുടെ പിതാക്കന്മാരാണ്. और जैसे कि हमने सुना कि पास्टर आर अब्राहम और विशेष पास्टर वी तंबी पास्टर से वे हमारे लिए मसीह में हमारे पिता तुल्य है. പാസ്റ്റർ ലിജോ ഓർപ്പിച്ചതുപോലെ ഈ പ്രസ്ഥാനത്തിനകത്ത് ജനിച്ചു വളർത്തപ്പെടുവാൻ ദൈവം അവസരമൊരുക്കി. और जिस प्रकार से पास्टर लिजो ने बताया कि इसी संस्था में जन्म लेकर बढ़ने के लिए परमेश्वर ने हमारी सहायता की. എൻ്റെ പിതാവ് ഈ പ്രസ്ഥാനത്തിൽ ദൈവത്തെ ആരാധിക്കുന്നു. എൻ്റെ വല്യപ്പച്ചൻ ഈ പ്രസ്ഥാനത്തിൽ ദൈവത്തെ ആരാധിച്ച് നിത്യതയിൽ വിശ്രമിക്കുന്നു. और मेरे पिता भी इसी संस्था में रहते हुए परमेश्वर की आराधना करते हैं. और मेरे दादाजी भी इसी संस्था में रहते हुए परमेश्वर की आराधना करते हुए नित्यता में ഈ പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് ഉണ്ടായ ചെറിയ ചില സഭകളുടെ കൂട്ടത്തിൽ തികച്ചു ഒരു ഗ്രാമപ്രദേശത്തെ സഭയായിരുന്നു ഞാൻ ജനിച്ചു വളർന്ന സഭ. और जब इस संस्था में बढ़कर हम बढ़ रहे थे, उस समय हमारी जो कलीसिया आती थी विशेष एक ग्रामीण परिप्रेक्ष्य में रहने वाली एक कलीसिया. ആ സഭയിൽ നിന്ന് ഈ നിലയിലേക്ക് ദൈവം എന്നെ ഉയർത്തി. എൻ്റെ ഒപ്പം ആ സഭയിൽ ഉണ്ടായിരുന്ന പ്രിയ പാസ്റ്റർ എബ്രഹാം കുറിയാക്കോസും ഇന്ന് ഇവിടെ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ और സ്തുതിക്കുന്നു. विशेष परमेश्वर ने उसी कलीसिया से मुझे बढ़ाया. और उसी कलीसिया में रहते हुए पास्टर कुरियाकोस भी जी हमारे मध्य में है, उनको भी परमेश्वर ने बढ़ाया. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ അനുഗ്രഹിക്കപ്പെട്ട ലീഡർഷിപ്പ് എല്ലാവരും ഇവിടെ ഉണ്ട്. നിങ്ങൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് വന്ദനം ചെയ്യും. और न्यू इंडिया चर्च ऑफ गॉड की जो अगुओं का गण यहाँ पर हमारे मध्य में, आप सभी को मैं अपना अभिनंदन पेश करता हूँ. ഇനി ഒരു വലിയ പ്രസംഗത്തിന്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. और अनुग्रहित और आशीषित वचन को हम सुन रहे थे. ഇനിയും ഞാനൊരു വലിയ പ്രസംഗത്തിന് പോകുന്നില്ല. और इसलिए कोई बड़े प्रचार की ओर मैं अग्रसर नहीं होऊंगा. അതുമാത്രമല്ല, നിങ്ങളെല്ലാവരും ഫാസ്റ്റിംഗ് ആണെന്നും എനിക്കറിയാം. और मैं जानता हूँ कि आप सभी लोग उपवास में हैं. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു പുസ്തകം വായിച്ചേ. और गत दिनों में मैंने एक पुस्तक पढ़ा. ഇംഗ്ലണ്ടിലെ ഒരു പള്ളിയിൽ നടന്ന സംഭവമാണ് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. और उस किताब में इंग्लैंड में एक कलीसिया में जो घटना हुई उसके बारे में बताया गया. കുറെ പിള്ളേരെല്ലാം കൂടെ ആ പള്ളിയുടെ മുമ്പിൽ ഒരു നോട്ടീസ് ബോർഡ് ഒട്ടിച്ചു വെച്ചു. और काफी सारे बच्चों ने मिलकर उस कलीसिया के सामने एक नोटिस बोर्ड, एक सूचना पट लगाया. ആ നോട്ടീസ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുക, और उस सूचना पट पर यह बात लिखी हुई है, സമയത്ത് പ്രസംഗിച്ച് തീർക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് പിന്നീട് വീണ്ടും വരാം. और वहां पर उस सूचना पट पे इस प्रकार से लिखा था कि समय पर प्रचार कर कर खत्म करने वाले लोग भाग्यवान हैं. क्यों? क्योंकि उनको वापस आने का मौका मिलेगा. ഇപ്പൊ ഞാൻ നിർത്തിയാൽ നമ്മുടെ ഫുഡ് ആയിട്ടില്ല.
और अगर मैं अभी अपना वचन बंद करूं या प्रचार बंद करूं तो हमारा भोजन तैयार नहीं हुआ है। എപ്പം ഫുഡ് ആകുമെന്ന് പാസ്റ്റർ രഞ്ജിത്ത് എന്നോട് പറയും, അപ്പം ഞാൻ നിർത്തും. और जब पास्टर रंजीत मुझसे कहेंगे कि जब भोजन तैयार हो गया है तब मैं अपने प्रचार को रोकूंगा। ആ കാര്യത്തിൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. സമയത്തിന് ഒരു മിനിറ്റ് അപ്പുറത്തോട്ട് ഞാൻ और उस बात के പ്രസംഗിക്കത്തില്ല. लिए आप मुझ पर विश्वास कर सकते हैं और समय के अंदर ही रहकर मैं अपने प्रचार को बंद करूंगा। നിങ്ങളെല്ലാവരും സന്തോഷമുള്ളവരാണോ? आप में से कितने लोग खुश हैं? ആർ യു ഹാപ്പി? क्या आप खुश हैं? जोर से बोलिए. जोर से बोलिए। ഈ എത്ര സന്തോഷം അല്ലേ? ओ कितनी खुशी है। ഞാൻ ഓർക്കുകയായിരുന്നു, ഇവിടെ പ്രസംഗിച്ച പല കാര്യവും എനിക്ക് മനസ്സിലാകുന്നില്ല. और मैं सोचता हूँ कि कई बातों को जो यहाँ पर प्रचार किया वो मुझे समझ में नहीं आ रहा है। നിങ്ങൾ കേരളത്തിൽ വന്നാലുള്ള അവസ്ഥ ഇത് തന്നെയാണെന്ന് എനിക്കറിയാം. और मैं भी जानता हूँ कि अगर आप केरल में आ जाएंगे तो आपकी भी अवस्था ऐसी ही होगी। ഈ നമ്മളെല്ലാരും കൂടെ സ്വർഗത്തിൽ ചെല്ലുന്ന ഒരു ദിവസമുണ്ട്. और हम सभी लोग एक ऐसा समय आएगा जब हम स्वर्ग में जाएंगे അവിടെ പ്രസംഗമില്ലെന്ന് എനിക്കറിയാം. और वहाँ पे शायद प्रचार ना होगा, അവിടെ പാട്ട് മാത്രമേ ഉള്ളൂ. वहाँ पर सिर्फ गीत और संगीत होगा। ഏത് ഭാഷയിലായിരിക്കും പാടുന്നത്? और कौन सी भाषा में उसको गाया जाएगा? ഇംഗ്ലീഷിൽ പാടിയാ ഹിന്ദിക്കാർക്ക് और മനസ്സിലാകത്തില്ല. अगर अंग्रेजी में गाएंगे तो हिंदी वालों को समझ में नहीं आएगा। ഹിന്ദി പാടിയാൽ ആഫ്രിക്കക്കാർക്ക് और മനസ്സിലാകത്തില്ല. हिंदी में अगर गाएंगे तो अफ्रीका वालों को समझ में नहीं ആഫ്രിക്ക आएगा। ഭാഷ പാടിയാൽ ചൈനക്കാർക്ക് और മനസ്സിലാകത്തില്ല. अफ्रीका में अगर अफ्रीका के भाषा में गाया जाएगा तो चीन वालों को समझ में नहीं आएगा। ഞാൻ ഓർത്ത് ഏത് ഭാഷയിലായിരിക്കും പാടുന്നത്? और मैं सोचता हूँ कि कौन सी भाषा में वहाँ गाया जाएगा। ഞാൻ അതോർത്ത് ടെൻസ്ഡ് ആയപ്പോ കർത്താവിനോട് പറഞ്ഞു, നീ ഒട്ടും പേടിക്കണ്ട, സ്വർഗത്തിൽ നിന്ന് ഞാൻ ഒരു പാട്ട് സെറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. और जब मैं इस बात में चिंतित था तो परमेश्वर ने कहा कि तुझे चिंता करने की आवश्यकता नहीं है, स्वर्ग से ही मैंने एक गीत को सेट कर रखा है। എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണത്. और वो गीत सभी जानते हैं। ലോകമെമ്പാടുമുള്ള രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവരും കൂടെ മധ്യാകാശത്തിൽ നമ്മുടെ കർത്താവിനെ എതിരേൽക്കുന്ന ദിവസത്തിൽ നമ്മൾ ഒരുമിച്ച് പാടുന്ന ഒരു പാട്ടാണത്. और वो एक ऐसा गीत है कि जिस दिन सारे जो भी परमेश्वर में उद्धार, यीशु में उद्धार पाए हुए लोग हैं, जब वो उसको स्वीकार करने के लिए मध्य आकाश में आएंगे तो वो गीत उसके लिए ठहराया हुआ है। ആ പാട്ടറിയാവുന്നവരെല്ലാവരും കൂടെ കര ഉയർത്തി പിടിച്ച് ശക്തിയോട് നമ്മുടെ കർത്താവിനെ ഒന്ന് और സ്തുതിച്ചാട്ട്. वो जो गीत जानने वाले लोग अपने हाथों को ऊंचा करते हुए सामर्थ के साथ, शक्ति के साथ हमारे परमेश्वर की हम आराधना करें। ഹല്ലേലൂയ. हालेलुया। ഞാനിപ്പം മലയാളത്തിൽ അത് പറഞ്ഞത്. और जैसा कहा गया है, നിങ്ങൾക്ക് ഹിന്ദിയിൽ അത് മനസ്സിലായോ? क्या आपको जो गीत मैंने बताया वो समझ में आया? മനസ്സിലായോ? क्या आपको समझ में आया? ഞാൻ ഇനി ആഫ്രിക്കൻ ഭാഷ പറയാൻ പോവാ. आपको ഹല്ലേലൂയ. ये गीत में अफ्रीका की भाषा में बोलने जा रहा हूँ। നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ നിങ്ങളും ചേർന്ന് പറയണം. अगर आपको वो भाषा समझ में आए तो आपको भी मिलकर उसको बोलना है। ഹല്ലേലൂയ. हालेलुया। മനസ്സിലായോ? क्या आपको समझ में आया? ഞാൻ ഇനി ചൈനീസ് ഭാഷ പറയാൻ പോവാ. अब मैं चीन की भाषा में भी वो गीत गाऊंगा। നിങ്ങൾക്കും മനസ്സിലാകുവാണ് നിങ്ങൾ ഒരു കൈയല്ല ഉയർത്തി പറയേണ്ടത്, രണ്ട് കൈ ഉയർത്തി പറയണം. अगर आपको वो समझ में आएगा तो आपको एक हाथ को ऊंचा कर कर नहीं बोलना है, दोनों हाथों को ऊंचा कर कर बोलना है। ഹല്ലേലൂയ. हालेलुया। ഇപ്പൊ നമ്മളിത് രോഗമുള്ള ശരീരത്തിലാ പാടുന്നത്. और हम इसको गाते हैं ഇപ്പൊ നമ്മളിത് രോഗമുള്ള ശരീരത്തിലാ പാടുന്നത്. और अभी हम इस शरीर में इसको गा रहे हैं। ഇപ്പൊ നമ്മളിത് വേദനയുള്ള ശരീരത്തിലാ और പാടുന്നത്. हम दर्द के साथ इसको बोल रहे हैं। ഇപ്പൊ നമ്മൾ താഴ്ചയുള്ള ശരീരത്തിലാ और പാടുന്നത്. ऐसे शरीर के अंदर है जो जिसका कोई പക്ഷേ नहीं ഒരു है। ദിവസം നമ്മൾ രോഗമില്ലാത്ത ശരീരത്തിൽ, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ നമ്മുടെ കർത്താവിന്റെ മുഖം കണ്ടി പാട്ട് പാടുമെന്നുള്ളത് നമ്മുടെ പ്രത്യാശയ. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ രണ്ട് കരവും തട്ടി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. पर एक ऐसा दिन आएगा बिना रोग के, बिना तकलीफ के, उस महिमामय शरीर के साथ हमारे खुदा के चेहरे को निहारते हुए हम उसकी महिमा करेंगे। इसलिए ताली बजाते हुए उसका हम धन्यवाद करें। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ശക്തമായ ദൈവസാന്നിധ്യം ഈ वो യോഗത്തിനകത്തുണ്ട്. ऐसा महायोग के अंदर परमेश्वर की हुजूरी हमारे मध्य में है। ഇന്ന് പകൽ ദൈവവചനത്തിന് ചെയ്യാനുള്ള സകല പ്രവർത്തികളും ദൈവം നമ്മുടെ മധ്യത്തിൽ ചെയ്യാൻ और പോകുകയാണ്. आज की सुबह परमेश्वर के वचन के अनुसार जो कुछ वो करना चाहता है वो हमारे मध्य में पूरा करेगा। ദൈവത്തിന്റെ വചനത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ अगर परमेश्वर का वचन क्या कुछ कर सकता है ऐसा हम पूछे, ഒരു 17 കൂട്ടം കാര്യം ഞാൻ എന്റെ ഡയറിയിൽ എഴുതി और വെച്ചിട്ടുണ്ട്. मेरे डायरी के अंदर मैंने करीब करीब 17 बिंदुओं को लिखा है। അതെല്ലാം ഞാൻ പറയുന്നില്ല. वो सब मैं बोलना नहीं चाहूंगा। ഒന്ന്, ദൈവത്തിന്റെ വചനം ഏത് ശൂന്യതകളുടെ നടുവിലും നിർമ്മിതി നടത്തുന്ന വചനമാണ്. और परमेश्वर का वचन किसी भी ऐसी बातों के मध्य में
രണ്ട്, ഈ നിർമ്മിക്കപ്പെട്ടതിന്റെ മേൽ ജീവൻ പകരുന്നതാണ് ദൈവത്തിന്റെ और വചനം. जो शरीर बनाया गया है उसके अंदर जीवन को देने वाला है परमेश्वर का वचन. ദൈവത്തിന്റെ വചനത്തിന് ഏത് പ്രതികൂലങ്ങളെ അടക്കാൻ പറ്റും? और परमेश्वर का वचन किसी भी प्रकार की प्रतिकूल अवस्था को बंद कर सकता है. ദൈവത്തിന്റെ വചനം എവിടെ പ്രസംഗിക്കുവോ അവിടൊക്കെ പരിശുദ്ധാത്മാവിന്റെ പകർച്ച और സംഭവിക്കാനിടയായി परमेश्वर का वचन जहां कहीं बोला जाता है वहां पर पवित्र आत्मा की बेदारी आ जाती है. ദൈവത്തിന്റെ വചനം എവിടെ സംസാരിക്കുമോ അവിടൊക്കെ വീര്യപ്രവർത്തികൾ और നടക്കാനിടയായി जहां कहीं भी परमेश्वर के वचन का बखान होता है वहां पर बड़े बड़े आश्चर्य कर्म होते हैं. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ എത്ര നാളായി ബൈബിളും കൊണ്ട് നടക്കാൻ തുടങ്ങി? और आप में से कई लोग पूछेंगे कितने समय से कितने टाइम से हम बाइबल लेकर चलते हैं ഒരു തലവേദന പോലും മാറുന്നില്ലല്ലോ. कि हमारा सर दर्द भी दूर नहीं हो रहा है. എന്റെ പ്രിയപ്പെട്ടവരെ, വചനം പരിവർത്തിക്കണമെങ്കിൽ ഇന്നലെ പാസ്റ്റർ പറഞ്ഞ പോലെ പാരസെറ്റമോൾ കയ്യിലിരുന്നുകൊണ്ട് പനി മാറത്തില്ല, അത് കഴിച്ചാലല്ല പനി മാറത്തുള്ളൂ. और अगर परमेश्वर का वचन हमारे अंदर काम करना है, और जैसा हमने गत रात्रि को सुना कि अगर हमें सिर दर्द है और पैरासिटामोल की गोली हमने जेब में रखा है तो जेब में रखने से सिर दर्द दूर नहीं होगा, उसको खाएंगे तो वो दर्द जाएगा. അപ്പൊ വചനത്തോട് പുലർത്തേണ്ട ഒരു മനോഭാവം എന്നാണ് ഞാൻ പറയാം. उसका मतलब ये है कि परमेश्वर के वचन के प्रति हमें कैसे रहना है वो हमें देखना है. ഇത് ഞാൻ പറഞ്ഞതല്ല, പൗലോസ് എഴുതിയ ഒരു കാര്യമാണ്. और संत पौलुस ने जो बात लिखी, പൗലോസ് എന്ന് പറയുന്നത് നമ്മളെക്കാട്ടിലൊക്കെ ഒത്തിരി യാത്ര ചെയ്ത് പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. और संत पौलुस हमसे भी कहीं बढ़कर कई जगहों पर प्रचार करने वाला है. ചിലയിടത്ത് ചെല്ലുമ്പോൾ നമുക്ക് വീണ്ടും അവിടെ പ്രസംഗിക്കാൻ ഇഷ്ടം തോന്നും. और कई बार जब हम कहीं जाते हैं तो वापस वही प्रचार करने की इच्छा हमें जागती है. ചിലയിടത്ത് ചെല്ലുമ്പോൾ ഇനി ഒരിക്കലും ഇവിടെ വരരുതെന്ന് തോന്നും. और कई जगह हम जाके प्रचार करते हैं तो हमारे मन में होता है कि आपकी बार इसके बाद हम कभी भी यहाँ पर नहीं आएंगे. കാളിയാർ വന്ന് നിങ്ങളെ എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇനി കർത്താവിന്റെ വരവ് താമസിച്ച എല്ലാ വർഷവും ഇവിടെ വരണമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. और आपके चेहरों को देखकर, इस जगह को देखकर मेरा ऐसा मन होता है कि अगर अगले साल परमेश्वर नहीं आता, यीशु नहीं आता है तो हर साल मैं यहाँ पर आऊं. കർത്തദാസൻ ജീവൻ പറഞ്ഞു കേട്ടില്ല, കഴിഞ്ഞ വർഷം വിളിച്ചു വന്നു, ഇനിയും വിളിച്ചില്ലേലും വരുമെന്ന്. और जिस प्रकार से हमने पास्टर जीवन से सुना कि पिछले साल मुझे आमंत्रित किया था लेकिन इस साल आमंत्रित नहीं किया, उसके बावजूद भी मैं आया. പൗലോസ് പോയി പ്രസംഗിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ബെരോബയാന്നാ പൗലോസ് പറയുന്നത്. और पौलुस कहता है कि ऐसी जगह जहां पर जाकर उसको प्रचार करना अच्छा लगा वो जगह है बेरोबा. അവിടെ കമ്പയർ ചെയ്യുമ്പോൾ തെസ്സലോനിക്കയിലുള്ളവരെ കാട്ടിൽ അവർ നല്ലവരാന്നൊക്കെ പറയുന്നുണ്ട്. और उनके बारे में कहा गया कि थिस्सलुनीके की जो कलीसिया के लोग हैं, विश्वासी है, उनसे भी ये लोग अच्छे थे. പക്ഷെ തെസ്സലോനിക്കക്കാർ വചനത്തോട് പുലർത്തിയ ഒരു മനോഭാവത്തെ കുറിച്ച് തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. और थिस्सलुनीके की पत्री में हम देखते हैं कि किस प्रकार के थिस्सलुनीके की कलीसिया के विश्वासी लोग वचन के प्रति एक सद्भाव के साथ रहते थे. അത് തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിൽ ഒന്നാമത്തെ ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 2:13 അത് എഴുതി और हम വെച്ചിരിക്കുന്നത്. पहला थिस्सलुनीके की पत्री उसके दूसरे अध्याय और उसकी 13वीं आयत में उस बात को हम देखते हैं. 1 തെസ്സലോനി 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തില് തെസ്സലോനിക്കക്കാര് എങ്ങനെ പ്രസംഗം കേട്ടതെന്നാണ് എഴുതി और വെച്ചിരിക്കുന്നത്. पहला थिस्सलुनीके की पत्री उसका दूसरा अध्याय उसकी 13वीं आयत में इस बात को लिखा है कि किस प्रकार से वो परमेश्वर के वचन को सुनते थे. എന്താ അവിടെ വായിക്കുന്നത്? हम वहां पर क्या पढ़ते हैं? ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. हमने जो वचन का प्रचार किया वो आपने सुना. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് അതിനെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് कि വ്യാപരിച്ചുകൊണ്ടിരിക്കും. जब हमारे द्वारा परमेश्वर के सुसमाचार का वचन तुम्हारे पास पहुंचा तो तुमने उनको मनुष्य का नहीं परंतु परमेश्वर का वचन समझकर और सचमुच ऐसा ही है ग्रहण किया और वह तुम में जो विश्वास रखते हैं प्रभावशाली हो. അപ്പൊ വചനത്തോട് പുലർത്തേണ്ട 4 മനോഭാവമാണ് അവിടെ എഴുതി और വെച്ചത്. वचन के प्रति हमारा मन, हमारा भाव कैसा होना चाहिए उसके बारे में 4 बातें यहाँ पर लिखी है. ഒന്ന് പൗലോസ് പറയാം, ഞങ്ങൾ പ്രസംഗിച്ച വചനം. और उन्होंने पौलुस कहता है कि हमने जो प्रचार किया, ഞാനല്ല, मैं नहीं, ഞങ്ങൾ, हम, എക്സ് ഓർ വൈ ആരും ആകട്ടെ. कोई भी हो सकता है. ഈ ചിലർക്ക് ഇഷ്ടപ്പെട്ട പാസ് പ്രസംഗിച്ചാൽ ഒരു സന്തോഷമൊക്കെ വരും. और कई लोग ऐसे होते हैं कि उनको लगता है कि उनको जो भावने वाला जो प्रचारक प्रचार करता है तभी उनको अच्छा लगता है. അന്നേരം ഒരു ആവേശവും വലിയൊരു ഉണർവും ഒക്കെ ഉണ്ട്. और उस समय वो काफी जागृत और काफी बेदारी वहां पर दिखती है. ഇവിടെ പറയാ ഞങ്ങൾ എന്ന് പറഞ്ഞ അർത്ഥം ഇത്രയുള്ള ആര് പ്രസംഗിച്ചാലും. और यहाँ पर ऐसा लिखा है कि हम, इसका मतलब कोई भी प्रचार करे. ഹലോ, सुने, ഒരു കൊച്ചു കുഞ്ഞു വചനം പറഞ്ഞാലും अगर एक छोटा बच्चा भी प्रचार करे എന്തോ ചെയ്യണം? तो हमें क्या करना है? കേൾക്കണം. हमें सुनना है. ഒന്ന് ഉറക്കെ പറഞ്ഞേ, जोर से बोले, കേൾക്കണം. हमें सुनना है. जोर से बोले, हमें सुनना है.
അപ്പുറത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞേക്ക് കേൾക്കണമെന്നൊന്ന് आपके पास में जो बैठे हैं उनसे कहें कि आपको सुनना है। മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കരുത്, കേൾക്കണമെന്നൊന്ന് और जो പറഞ്ഞു. मोबाइल देखकर बैठे हैं उनसे कहें कि आपको वचन सुनना है। ഇച്ചിരൂടെ പറഞ്ഞേക്ക് മര്യാദയ്ക്ക് കേട്ടോണ്ടിരുന്നോളൂ. एक बार फिर से बोले कि बिल्कुल अच्छी तरह से आपको वचन को सुनना है। കേട്ടോണ്ടിരിക്കുമ്പോ ഉറങ്ങരുതെന്നും പറഞ്ഞേക്ക്. और उनसे कहे कि जब वचन को सुनते हैं तो आपको सोना नहीं है। കേൾക്കുന്നത് പോലെ ഇരിക്കണമെന്നല്ല, और जैसा आप सुनकर ऐसे बैठना है ऐसा नहीं, കേൾക്കണം. आपको सुनना है। എനിക്കറിയാം ഞങ്ങളുടെ കേരളത്തിലെ പെന്തിക്കോസ്തുകാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, കേൾക്കുന്നത് പോലെ ഇരിക്കാൻ ഭയങ്കര മിടുക്ക. और विशेष हमारे केरल में जो पेंतिकोस के विश्वासी लोग हैं, सुनकर वैसे ही बैठना उनको काफी अच्छा लगता है। ഈയിടെ ഞങ്ങളുടെ ഇവിടെ ഒരു വലിയ മീറ്റിംഗ് നടക്കുക. और हमारे वहाँ एक सभा हुई അന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർ പ്രസംഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. और वो उस दिन जो प्रचारक वहां पर प्रचार कर रहे थे वो मुझे काफी भावते हैं। പക്ഷേ അന്ന് എനിക്കൊരു അടക്കം ഫ്യൂണറൽ വന്നുകൊണ്ട് പെട്ടെന്ന് എനിക്ക് അതിന് പോണ്ടി വന്നു. पर उस दिन उस सभा में मुझे कहीं फ्यूनरल सर्विस करने जाना था, इसलिए मैं जल्दी चला गया। ഈ പ്രസംഗം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വേദനയിൽ ഞാൻ അവിടെ പോയി. और मैं वहां से गया कि और मैंने सोचा कि ये जो वचन है वो आज मैंने खो दिया। ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേന് പ്രസംഗം കഴിഞ്ഞ് പാസ്റ്റർ പോയി. और जब मैं वापस वहां से लौटकर उस सभा में आया तो वो पासवान जी वहां से जा चुके थे। പക്ഷെ ഞങ്ങളുടെ ദൈവമക്കളെല്ലാം അവിടെ കൂടി നിൽപ്പുണ്ട്. और वहां पर सभी परमेश्वर के जन बैठे थे। അതിനകത്ത് ഞങ്ങളുടെ ഒരു അച്ഛനോട് ഞാൻ ചോദിച്ചു, और वहां पर एक हमारे एक अचानक थे, वडील थे, उनसे हमने पूछा അച്ഛാ മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? कि वडील जी जो सभा थी वो कैसी थी? അപ്പൊ അദ്ദേഹം എന്റെ പാസ് എന്തോ അനുഗ്രഹിക്കപ്പെട്ട और മീറ്റിംഗ്. वे मुझसे कहने लगे मेरे पास्टर जी बहुत ही अनुग्रहित वचन था। ഞാൻ ചോദിച്ചു മെസ്സേജ് ഒക്കെ? और मैंने पूछा कि संदेश क्या था? ഈ അടുത്ത കാലത്ത് ഇതുപോലൊരു മെസ്സേജ് കേട്ടിട്ട്. वो कहने लगे कि गत दिनों में अभी तक हमने ऐसा कोई संदेश नहीं सुना है। എന്തായിരുന്നു വിഷയം? उस संदेश का विषय क्या था? അയ്യോ എന്തോ ആഴമുള്ള പ്രസംഗമായിരുന്നു. वो कहने लगा कि बहुत ही गहराई भरा संदेश था। ഇതുപോലൊരു വിഷയം ഇതുപോലെ ഞാൻ കേട്ടിട്ടില്ല. वो कहने लगा कि इस प्रकार का एक संदेश आज तक मैंने नहीं सुना। ഞാൻ പിന്നെയും ചോദിച്ചു എന്തായിരുന്നു? मैंने पूछा कि संदेश क्या था? പുള്ളി ഒരു 15 മിനിറ്റ് ആഴം പറഞ്ഞതല്ലാതെ എന്തോന്ന് എന്നോട് പറഞ്ഞില്ല. और उस व्यक्ति ने उस वचन बहुत गहरा था ऐसा बोला, लेकिन संदेश क्या था वो समझ नहीं पाया। എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് ഇവിടെ വന്നതുകൊണ്ടോ ഇവിടെ പ്രസംഗം നടന്നതുകൊണ്ടോ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടത്തില്ല. പ്രസംഗം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറണമെങ്കിൽ ഒന്നാമത് നിങ്ങൾ ഇത് കേൾക്കണം. और प्रियजनों, आप यहाँ पर आए हैं, वचनों को सुन रहे हैं। अगर आप चाहते हैं कि आपके जीवन में वचन कार्य करे तो सबसे पहले उस वचन को आपको अच्छी तरह से सुनना है। കേട്ടാ മാത്രം പോരാ, सिर्फ सुनना ही काफी नहीं है। രണ്ടാമത്തെ കാര്യം അവിടെ എഴുതിയിരിക്കുക. दूसरी बात वहां पर लिखी है നിങ്ങൾ കേട്ട വചനം കൈക്കൊള്ളണം. कि जो वचन आपने सुना है उसको आपको ग्रहण भी करना है। റിസീവ് ചെയ്യണം. आपको ग्रहण करना है। എന്താ എല്ലാം കൈക്കൊള്ളണമെന്നൊന്നും പറയുന്നില്ല. सब कुछ ग्रहण करना है ऐसा नहीं। ഒന്ന് വിവേചിക്കണം. सबसे पहले आपको उसको परखना है മനുഷ്യൻ പറഞ്ഞതാണോ അതോ ദൈവം പറഞ്ഞതാണോ? कि ये वचन मनुष्य के द्वारा आया कि परमेश्वर के द्वारा आया। ദൈവം പറഞ്ഞതാണ് അന്നേരം अगर സ്വീകരിച്ചേക്കണം. ये वचन परमेश्वर के द्वारा आया तो तुरंत उसको झपट ले, उसको ग्रहण कर ले। എന്താ കൈക്കൊണ്ടതിന്റെ തെളിവ്? और ग्रहण किया उसका सबूत क्या है? കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. और आपने वचन ग्रहण किया, इस बात को समझते हुए हम परमेश्वर को नित्य प्रतिदिन उसकी हम स्तुति करते हैं। അപ്പൊ വചനം കൈക്കൊള്ളുമ്പോൾ നമ്മൾ അറിയാതെ ദൈവത്തെ സ്തുതിക്കും. उसका मतलब ये है कि अगर हम वचन को ग्रहण करते हैं तो स्वतः ही हम परमेश्वर की स्तुति करने लग जाते हैं। അപ്പൊ ഒന്നാമത് കേൾക്കണം, सबसे पहली बात हमें वचन को सुनना है। രണ്ടാമത് കൈക്കൊള്ളണം. दूसरी बात हमें ग्रहण करना है। ഇനി മൂന്നാമത്തെ കാര്യം അവിടെ എഴുതിയിരിക്കുക. और तीसरी बात वहां पर लिखी है നിങ്ങൾ കേട്ട കാര്യം, कि आपने जो बात या वचन सुना है, നിങ്ങൾ കൈക്കൊണ്ട കാര്യം, आपने जो वचन ग्रहण किया वो ഒരു മണിക്കൂർ ഞാൻ പ്രസംഗിക്കുന്നതിനകത്ത് മൊത്തം നിങ്ങൾക്ക് ഓർക്കാൻ പറ്റത്തില്ല. हो सकता है कि 1 घंटा में प्रचार करूं तो सारी बात आप याद न रख पाए। ഒരു വാക്കായിരിക്കും ദൈവം നിങ്ങളോട് പറയുന്നത്. शायद हो सकता है कि एक वचन परमेश्वर आपसे कहेगा। ഞാൻ 1000 വാക്ക് പറയുമ്പോൾ ഒരു വാക്കായിരിക്കും നിങ്ങളുടെ ഹാർട്ടേ കയറി हो പിടിക്കുന്നത്. सकता है मैं 1000 शब्द या 1000 वचन बोलूं, लेकिन एक वचन आपके दिल को छू सकता है। ശ്രദ്ധിക്കുന്നുണ്ടോ? आप ध्यान दे रहे हैं? ഞാൻ 1000 വാക്ക് പറയുമ്പോ जब मैं 1000 वचन बोलूंगा നിങ്ങൾ അതിനകത്ത് 100 വാക്ക് നിങ്ങളുടെ നോട്ടിൽ എഴുതും. और हो सकता है कि उसमें से 100 वचन या 100 शब्द 100 कथन आपके नोट में आप लिखेंगे। അതിനകത്ത് 10 വാക്ക് നിങ്ങളുടെ ഹാർട്ടിലോട്ട് വരും. और हो सकता है कि उसमें से 10 जो वचन है, 10 जो स्टेटमेंट जो कथन है वो आपके दिल में आ जाएगा। അതിനകത്ത് ഒരു വാക്കായിരിക്കും നിങ്ങൾക്കുള്ള വാക്ക്. और हो सकता है कि उन 10 वचनों में भी शायद एक वचन वो आपके लिए होगा। ആ വാക്ക് നിങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കാൻ अगर തുടങ്ങണം. वो एक वचन पर आप पूरी रीति से विश्वास करोगे। ഇന്നത്തെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, എപ്പം വചനം കേട്ടാലും ये सिर्फ आज की बात नहीं है, जब कभी भी आप परमेश्वर के वचन को सुनते हैं 3 കാര്യം ചെയ്യണം.
तीन बातें आपको करनी है। എന്തൊക്കെ ചെയ്യണം? क्या क्या करना है? ഉറക്കെ പറ. जोर से बोले। ഒന്നാമത്, पहली बात, first of all, पहली बात, you hear the word of आपको God. परमेश्वर के वचन को सुनना है। Then you receive the उसके word. बाद उस वचन को आपको ग्रहण करना है Then you believe that और word. उसको आपको उस पर विश्वास करना है। ഇത്രയും കാര്യം നമ്മൾ और ചെയ്യുമ്പോൾ जब हम इन बातों को करते हैं, നാലാമത്തെ കാര്യം ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. वो चौथी बात स्वतः ही हो जाएगा। എന്താ സംഭവിക്കും? क्या होगा? നമ്മൾ കേട്ട വചനം, जो वचन हमने सुना, നമ്മൾ കൈക്കൊണ്ട വചനം, जो वचन हमने ग्रहण किया, നമ്മൾ വിശ്വസിച്ച വചനം, जो वचन हमने विश्वास किया, ആ വചനം നമ്മളിൽ അങ്ങോട്ട് വ്യാപരിക്കാൻ തുടങ്ങും. वो वचन हमारे अंदर प्रवाहित होने लग जाएगा। നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, आप ध्यान दे, ഇങ്ങോട്ട് നോക്കിക്കേ. यहाँ देखें, ദാണ്ട് അവിടെ ഒരു സ്വിച്ച് ബോർഡ് കുത്തി വെച്ചിട്ടുണ്ട്. वहां पर एक स्विच बोर्ड लगाया है അവത്തേലായി സ്വിച്ച് മുഴുവൻ കുത്തി और വെച്ചിരിക്കുന്നു. सारे जो बटन है, जो स्विच है, वहां पर लगाया हुआ है അവത്തേനായി മൈക്കും സൗണ്ടും ഫാനും എല്ലാം വരുന്നത്. और उसी के द्वारा माइक, फैन सब चल रहा है। ഞാൻ അതിനകത്ത് ഒരു പ്ലഗ് ഉരിയേച്ചേ, अगर उसमें से एक प्लग में निकाल दूं ഒരു ഇരുമ്പാണി അതിലോട്ട് കുത്തി വെച്ചേച്ചേ, और उसके अंदर एक कील उसके अंदर रख दूं അവത്തേലോട്ട് കൈ പിടിച്ചേച്ച് സ്വിച്ച് ഇട്ട കരണ്ട് അടിക്കുവോ? और उसके ऊपर मैं हाथ लगाऊं, एक लोखंड उसमें डाल दूं और उसके ऊपर अगर छूं तो क्या मुझे करंट लगेगा? ഹലോ, കരണ്ട് അടിക്കോ? क्या लगेगा करंट? കേരളത്തിലെ കരണ്ടാണ് എനിക്ക് ഉറപ്പാ. और मुझे पता अगर ये केरला का बिजली हो तो लगेगा। ഗ്വാളിയറിലെ കരണ്ട് क्या ग्वालियर का करंट भी आपको लगेगा? ഷോക്കുള്ള കരണ്ടാണോ? लगेगा, शौक लगेगा कि नहीं लगेगा? ആണോ? लगेगा कि नहीं? നിങ്ങൾ പറയും കരണ്ടിന് അങ്ങനെ ഒരു കുഴപ്പമില്ല. आप कहेंगे कि करंट का मेरे ऊपर कोई प्रभाव नहीं है। എവിടുത്തെ കരണ്ട് ആണേലും കരണ്ട് തൊട്ട ഷോക്ക് ഉറപ്പാ. जहां कहीं का भी करंट हो या बिजली हो, अगर आप उसको छुएंगे तो आपको झटका लगेगा। ഇത് തന്നെയാണ് വചനത്തിന്റെ പ്രത്യേകത. और यही है वचन की खूबियत। ആര് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ സ്പർശിച്ചാലോ जो कोई विश्वास करके परमेश्वर के वचन को छुएगा, ആ വചനം നിങ്ങളിൽ അങ്ങോട്ട് വ്യാപരിക്കാൻ वो തുടങ്ങും. वचन आपके अंदर प्रवाहित करने लग जाएगा। എവിടെ വരെ വ്യാപരിക്കും വചനം? और कितना प्रवाहित होगा? അർത്തമീസു ദേവിയുടെ ക്ഷേത്രമുള്ള ആഭിചാരത്തിനും മന്ത്രവാദത്തിനും മന്ത്രചരടിനും വലിയ പ്രാധാന്യതയുള്ള എഫെസോസിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുകയാ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംബരമായി വ്യാപരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. कलीसिया जहां पर तंत्र मंत्र और काफी विद्याएं हो रही थी, वहां पर खड़े होकर पौलुस कहता है कि अगर आप उस पर विश्वास करते हैं, उसके वचन पर विश्वास करते हैं, तो आपके सोचने से, मांगने से बढ़कर परमेश्वर का काम वहां होगा। ഈ വചനം വ്യാപരിക്കുന്നതിനെ പൗലോസ് എക്സാമ്പിൾ ചെയ്തിരിക്കുന്നത് യേശുവിന്റെ കല്ലറയുമായിട്ടായിരുന്നു. और ये वचन का बखान करने के लिए जो पौलुस से एक उदाहरण लेता है, वो है यीशु की कब्र से, കല്ലറയിൽ വചനം വ്യാപരിച്ചു. कि उस कब्र के ऊपर परमेश्वर का वचन प्रवाहित हुआ। സംഭവിച്ചതെന്താ? क्या हुआ उसके बाद? മരിച്ചിരുന്ന യേശു ഉയർത്തെഴുന്നേറ്റു. कि जो मरा हुआ यीशु था वो जी उठा। അങ്ങനാണെങ്കിൽ വചനം നിങ്ങളിൽ വ്യാപരിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യം നടക്കത്തില്ലേ? अगर परमेश्वर का वचन आपके दिल के, आपके शरीर के अंदर अगर काम करेगा, तो क्या आपको चंगाई नहीं मिलेगी? വചനം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ദേശത്ത് അത്ഭുതം നടക്കത്തില്ലേ? क्या अगर आप वचन का बखान करेंगे तो आपके देश में अद्भुत कार्य नहीं होंगे? ഇവിടെ നിന്ന് ദൈവശക്തി ഏറ്റെടുത്തോണ്ട് നിങ്ങളുടെ ദേശത്തോട്ട് നിങ്ങൾ ചെന്ന് യേശുവിന്റെ നാമം പറയുമ്പോൾ ചില അന്ധകാര ശക്തികൾ കീഴടങ്ങുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം അക്കരം തട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു यहाँ से തുടങ്ങിക്കട്ടെ. शक्ति, सामर्थ्य, उस आत्मा की शक्ति को पाकर जब आपके देश में, आपके गांव में आप जाएंगे, वचन का बखान करेंगे, तो दुष्ट आत्माएं वहां से भाग जाएगी। ऐसा अगर आप विश्वास करते हैं तो ताली बजाकर परमेश्वर का धन्यवाद करें। ഹലോ, ഞാനിവിടെ പ്രസംഗിക്കാനായിട്ട് ഒരു നോട്ടും ഉണ്ടാക്കിക്കൊണ്ടല്ല വന്നത്. मैं यहाँ पर प्रचार करने के लिए कोई बिंदु लिख कर नहीं लाया हूँ। എവിടെ പോയാലും ഞാൻ നോട്ട് ഉണ്ടാക്കിക്കൊണ്ടു പോകും. जहाँ भी जाता हूँ मैं बिंदु बनाकर जाता हूँ, പക്ഷെ ഇവിടെ വന്നപ്പോ ഞാൻ ഒരു നോട്ടും കൊണ്ടുവല്ല पर വന്നത്. यहाँ पर मैं कुछ भी लिख कर नहीं लाया, കാര്യം ഞാൻ പ്രസംഗിക്കാനല്ല വന്നത്. क्योंकि मैं प्रचार करने नहीं आया था। ഇവിടെ പ്രസംഗം ഉണ്ടെന്നും എനിക്കറിയത്തില്ലായിരുന്നു. और यहाँ प्रचार करना है वो मुझे पता नहीं था। ഇന്നലെ ഞാൻ ഇവിടെ വന്നിരുന്നപ്പം जब मैं यहाँ पर कल आया, പാസ്റ്റർ രഞ്ജിത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം जब पास्टर रंजीत जी प्रचार कर रहे थे, ഒരു വലിയ ആത്മാവിന്റെ മൂവിലേക്ക് ഈ മീറ്റിംഗ് പോകുന്നത് എനിക്ക് മനസ്സിലായി. और मैंने इस बात को महसूस किया कि जो सभा है एक आत्मा के प्रवाह में चल रही है। എന്റെ ചെവി ഞാൻ ഒരു ശബ്ദം കേട്ടു. तब मेरे कानों में मैंने एक आवाज को सुना, സീക്കിംഗ് ജനറേഷൻ. खोजने वाली पीढ़ी.
അത് ഞാൻ കേട്ടങ്ങോട്ട് ഇരിക്കുമ്പോഴാണ് പാസ്റ്റർ ശേഖർ എഴുന്നേറ്റ് അതിനെക്കുറിച്ച് സംസാരിച്ചു और കൊണ്ടിരുന്നത്. जैसे मैं सुनकर वहां पर बैठा था, उसके तुरंत बाद पास्टर शेखर जी खड़े होकर उसी बात को आगे बढ़ाने लगे। അന്നേരം ദൈവാത്മാവനോട് പറഞ്ഞു, ഈ യോഗം സാധാരണ നിലയിൽ തീരുന്ന ഒരു യോഗമല്ല. ഇന്ത്യയുടെ ആത്മമണ്ഡലത്തിൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ പുതിയ അഭിഷേകമുള്ള അധികാരമുള്ള ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന യോഗമാണ് ഈ तो യോഗം. पवित्र आत्मा ने मुझे बताया कि ये जो सभा है, ये जो महायोग है, वो ऐसे ही समाप्त होने वाली नहीं है, लेकिन इसके द्वारा आने वाले दिनों में भारतवर्ष में ऐसे जवानों को वो खड़ा करने जा रही है जो इस पूरे दुनिया में, इस भारत में उथल पुथल मचा देंगे। നിങ്ങളിൽ എത്ര പേര് आप വിശ്വസിക്കുന്നുണ്ട്? में से कितने लोग विश्वास करते हैं? ഈ യോഗം ആഫ്റ്റർ ദിസ് മീറ്റിംഗ്, ഗാളിയാറിലെ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു വലിയ റിവൈവൽ എന്റെ ഗ്രാമത്തിൽ ആരംഭിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്ത് आप में से ഇരിപ്പുണ്ട്? कितने लोग ऐसे विश्वास करते हैं कि इस सभा के बाद मेरे गांव में, मेरे प्रदेश में एक बहुत बड़ी बेदारी आने वाली है? അങ്ങനെ ഒരു വലിയ മഹത്വം, ഒരു വലിയ ഷിഫ്റ്റിംഗ് ഈ യോഗത്തിനകത്ത് ദൈവം ചെയ്യാൻ और मैं പോവുക. देखता हूं कि एक बहुत बड़ा उतार, एक बहुत बड़ा चढ़ाव यहां पर आ रहा है। കാക്ക പറക്കുന്നത് പോലല്ല, കഴുകം പറക്കുന്നത് പോലെ ദൈവം നിങ്ങളെ നടത്താൻ പോകുന്ന ഒരു और മീറ്റിംഗ്. कौवा जैसा उड़ता है वैसा नहीं, लेकिन चील जिस प्रकार से, उकाब जिस प्रकार से उड़कर ऊपर जाता है, वैसे ही आपकी सभा भी ऊपर जाएगी। There is another level. एक अलग स्तर അടുത്ത ഒരു ആത്മതലം. और एक ऐसा नया आत्मिक स्तर। അപ്പുറത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞേക്ക്, ഇതൊരു വലിയ റിവൈവൽ മീറ്റിംഗ് ആകുമെന്ന് आपके പറഞ്ഞേക്ക്. पास जो बैठा है उनसे कहे कि ये जो सभाएं है एक परा। बहुत बड़ी बेदारी का कारण होने जा रही ഈ है, മീറ്റിംഗിനകത്ത് ഒരു വലിയ റിവൈവൽ നടക്കുമെന്ന് പറ. और इस सभाओं में एक बहुत बड़ी बेदारी हम देख सकते हैं। ഞാൻ ഇന്ന് പകൽ ഒരു നോട്ടും പ്രസംഗിക്കുന്നില്ല. आज की सुबह में कोई भी जो लिख कर लाया हूं, कोई भी नोट प्रचार नहीं करूंगा, കാരണം ഞാൻ ഒരു നോട്ടും കൊണ്ടുവന്നിട്ടില്ല. क्योंकि मैं कोई भी नोट लिख कर नहीं लाया हूं। പക്ഷെ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ദൈവാത്മാവ് ഒരു വചനം എന്നോട് പറഞ്ഞു. परंतु जब मैं यहाँ पर आया तो परमेश्वर की आत्मा ने एक वचन मुझसे कहा, സങ്കീർത്തനം 24:6 ഇതാകുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവർ തലമുറ. और भजन 24:6 ये है ऐसी पीढ़ी जो परमेश्वर को खोजती है। നിങ്ങളെ എല്ലാം നോക്കി ഞാൻ ഇന്ന് പകൽ പ്രവചിക്കുക. और आप सभी को देखते हुए मैं आपके ऊपर नबूवत करता हूँ, ഇതാകുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. और ये ऐसी एक पीढ़ी है जो परमेश्वर को खोजती है। നിങ്ങൾക്ക് ഒരു ആത്മനിയോഗം ഉണ്ടോ? क्या आपके ऊपर एक आत्मिक बुलाहट है? അപ്പുറത്തിരിക്കുന്നവരുടെ നേരെ ഒന്ന് കൈ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾക്ക് പറയാവോ, ഇതാകുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. आपके पास जो बेटे हैं उनकी ओर आप इशारा करते हुए बोल सकते हैं कि ये एक ऐसी पीढ़ी है जो परमेश्वर को खोजती है। ഒന്ന് പറയാവോ? ഒന്ന് और पास में जो बेटे हैं उनसे कहे, ഒന്ന് നോക്കി അവരുടെ മുഖത്ത് നോക്കി പറ, ഇതാകുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. आप आपके पास जो बैठे हैं उनके चेहरे की ओर देखकर उनसे कहे, ये एक ऐसी पीढ़ी है जो परमेश्वर को खोजने वाली पीढ़ी है। ഉൽപ്പത്തി പുസ്തകത്തിൽ ബൈബിൾ ആരംഭിക്കുമ്പോൾ തലമുറയുടെ വർഷം 100 വർഷമായിരുന്നു. और उत्पत्ति पुस्तक में जब बाइबल की शुरुआत होती है, जो पीढ़ी है उसका जो कालावधि या समय है वो 100 साल था। പക്ഷേ സങ്കീർത്തനം 95:10 വരുമ്പോൾ ഒരു തലമുറ എന്ന് പറയുന്നത് 40 വർഷമാണ്. और भजन 95 के 10 में जब आते हैं तो पीढ़ियों से उसकी जो जो समय को निर्धारित किया गया है वो 40 वर्ष है। ബൈബിളിൽ രണ്ട് കൂട്ടരെ കാണാൻ പറ്റും. और बाइबल में हम दो प्रकार के लोगों को देखते हैं, ഒന്ന് അന്വേഷിക്കുന്ന തലമുറ ദൈവത്തെ, മറ്റൊന്ന് ദൈവത്തെ അന്വേഷിക്കാത്തവർ. दो पीढ़ियों को, दो लोगों को हम देखते हैं, जो परमेश्वर को खोजने वाले लोग और जो परमेश्वर को नहीं खोजते हैं। ദൈവത്തെ അന്വേഷിക്കാത്തവരുടെ 9 പ്രത്യേകത ബൈബിൾ പറയുന്നുണ്ട്. और जो परमेश्वर को खोजने वाले हैं उनकी 9 विशेषताओं के बारे में बताया गया है। ന്യായാധിപന്മാർ 2:10 പറയുന്നു അവർ ദൈവത്തെ മറക്കുന്നവരാണ്. ന്യായാധിപന്മാർ 2:10 പറയുന്നു അവർ ദൈവത്തെ മറക്കുന്നവരാണ്. न्यायों 2:10 में बताया गया है कि जो न खोजते हैं वो ऐसे लोग हैं जो परमेश्वर को भूल जाते हैं। ലൂക്കോസ് 16:8 പറയുന്നു അവർ ലോകത്തിന്റെ മക്കളാണ്. लूका 16:8 में इस प्रकार से बताया गया है कि वो संसार की संतान है। മത്തായി 12:39 പറയുന്നു അവർ വ്യഭിചാരമുള്ള തലമുറയാണ്. और मत्ती 12:39 में कहा गया है कि वो एक व्यभिचार करने वाले लोग हैं। അങ്ങനെ ദൈവത്തെ അന്വേഷിക്കാത്തവരുടെ 9 പ്രത്യേകത ബൈബിളിൽ और जो പറയുന്നുണ്ട്. परमेश्वर को नहीं खोजते हैं उनके बारे में 9 विशेषताएं बताई गई है। പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ട് ഒരു തലമുറയെ പരിചയപ്പെടുത്തുകയാണ്. उसके बाद इन सब बातों को बताने के बाद एक ऐसी पीढ़ी के बारे में बताया गया, ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറ. एक ऐसी पीढ़ी जो परमेश्वर को ढूंढती है। അടുത്ത ഒരു 30 മിനിറ്റ് ഞാൻ നിങ്ങളോട് സംസാരിക്കും. और आगे 30 मिनट में आपसे बात करूंगा। നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ध्यान से आप इन वचनों को सुने। ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറയുടെ 4 പ്രത്യേകതയും പറയും. और विशेष जो परमेश्वर को खोजने वाली जो पीढ़ी है उनके बारे में 4 बातों को मैं बताऊंगा। ദൈവത്തെ അന്വേഷിച്ചാൽ കിട്ടുന്ന 3 ഗുണവും പറയും. और उसके साथ साथ परमेश्वर को खोजने वालों के 3 गुणों के बारे में भी बताऊंगा।
പെട്ടെന്ന് ഞാനത് പറയാം. और बहुत जल्दी से मैं बताऊंगा. ഒന്ന്, ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറയുടെ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ മത്തായി 2:1 മുതൽ നമ്മൾ വായിക്കണം. और पहली जो विशेषता है जो परमेश्वर को खोजने वाली पीढ़ी है, तो हम उसके लिए मत्ती रचित सुसमाचार उसका 2 अध्याय और उसकी पहली आयत में देखते हैं. യേശു യഹൂദയിലെ ബേഥലഹേമിൽ ജനിച്ച ആ കാര്യം അറിഞ്ഞുകൊണ്ട് ബുദ്ധിമാന്മാരായ ശാസ്ത്രജ്ഞർ ദൈവത്തെ അന്വേഷിക്കാൻ വരികയാണ്. हम इस बात को देखते हैं कि उनको पता चलता है कि यीशु का जन्म बेथलेहम में हुआ, तो ज्योतिषी यीशु के बारे में पूछकर वहां पर आते हैं. ദൈവത്തെ അന്വേഷിക്കാൻ വരുന്നവരും 4 കാര്യം പറയുകയാണ്. और यीशु को ढूंढकर आने वाले लोग 4 बातों को वहां पर बताते हैं. ഒന്നവർ പറയുന്നു, ഞങ്ങൾ ഒരു നക്ഷത്രം കണ്ടു. पहली बात वो बताते हैं कि हमने एक तारा देखा है. അപ്പൊ ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ ഒരു വെളിപ്പാടിലേക്ക് നാം നയിക്കപ്പെടണം. इसका मतलब कि अगर हम परमेश्वर को ढूंढते हैं, खोजते हैं, तो हमें उस प्रकाशन में आ जाना है. സാധാരണമായതല്ല, സംതിങ് സൂപ്പർ നാച്ചുറൽ. साधारण सा नहीं, लेकिन एक असाधारण, एक अलौकिक. ഇന്ന് പകൽ നിങ്ങളുടെ മിനിസ്ട്രിയിൽ ഒരു സൂപ്പർ നാച്ചുറൽ അനോയിന്റിംഗിലേക്ക് ദൈവം നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യാൻ പോകുകയാണ്. और आज की सुबह परमेश्वर आपकी सेवा में, आपके मिनिस्ट्री में एक अलौकिक क्षेत्र में आपको ले जाना चाहता है. ദൈവത്തെ അന്വേഷിച്ചപ്പോൾ രണ്ടാമത്തെ ഒരു പ്രത്യേകത കാണുന്നത്, അവരൊരു സമൂഹത്തെ മുഴുവൻ ദൈവവചനത്തിലേക്ക് കൊണ്ടുവരികയാണ്. और दूसरी विशेषता हम देखते हैं कि वे एक पूरे समूह को परमेश्वर की ओर ले आते हैं. അപ്പൊ ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ ഒന്നാമതൊരു സൂപ്പർ നാച്ചുറൽ വിഷൻ വേണം. और अगर हम परमेश्वर को ढूंढते हैं तो एक अलौकिक दर्शन हमारे पास होना चाहिए. 2, ദൈവത്തെ അന്വേഷിക്കുന്നവർ ഒരു സൂപ്പർ നാച്ചുറൽ ക്ലൈമറ്റ് സൃഷ്ടിക്കും. और जो परमेश्वर को खोजते हैं वो एक अलौकिक वातावरण को बना देते हैं. നിങ്ങളുടെ നാട് ഏത് ബന്ധനത്തിലാണെങ്കിലും പുതിയൊരു ആത്മീക സംസ്കാരത്തെ രൂപപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. और परमेश्वर आपकी सहायता करेगा कि आपका गांव, आपका क्षेत्र किसी भी बंधन में क्यों ना हो, उसको आप वहां से शिफ्ट कर पाए. അവര് വന്ന് കാര്യം പറഞ്ഞപ്പോ ന്യായപ്രമാണം തുറക്കപ്പെട്ടു. और जब वे आए उन बातों को बताने लगे तो शास्त्रों को खोला गया. ബൈബിൾ അടയ്ക്കാൻ ഏതെല്ലാം നിയമങ്ങൾ പരിശ്രമിച്ചാലും ഞാൻ പറയുന്നു, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചാൽ ഇന്ത്യ ഇന്ന് വരെ തുറക്കപ്പെടാത്തതുപോലെ വചനത്തിന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന ഒരു വർഷമാണ് ഈ വർഷം. रास्ते भले कैसे भी क्यों ना हो जाए, लेकिन आप परमेश्वर के वचन के प्रति समर्पित होकर आगे बढ़ते हैं, तो ये वो साल है जो परमेश्वर के लिए, उसके वचनों के लिए द्वार खुल जाएंगे. ഇനി ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മൂന്നാമത്തെ പ്രത്യേകത, परमेश्वर को खोजने वालों की तीसरी जो योग्यता है, वो विशेषता है അവര് കൊള്ളത് മുഴുവൻ തുറക്കുകയാണ്. कि उनके पास जो कुछ भी था वो उसको खोल देते हैं. സാധാരണമായതല്ല തുറന്നത്, और कोई साधारण सी बात उन्होंने नहीं किया. നിക്ഷേപപാത്രം തുറന്നു. उनके पास जो कुछ भी वो संग्रहित करके लाए थे उसको उन्होंने खोला. ദൈവത്തെ അന്വേഷിക്കുന്നവർ ഒരു സൂപ്പർ നാച്ചുറൽ വെളിപ്പാടിലുള്ളവരാണ്. और जो परमेश्वर को खोजते हैं वो एक अलौकिक प्रकाशन में रहने वाले लोग हैं. ദൈവത്തെ അന്വേഷിക്കുന്നവർ, ഞാൻ പറഞ്ഞു, ഒരു പ്രത്യേക ആത്മീക അന്തരീക്ഷത്തെ സൃഷ്ടിക്കും. और जो परमेश्वर को खोजने वाले हैं वो एक आत्मिक वातावरण को बनाते हैं. ദൈവത്തെ അന്വേഷിക്കുന്നവർ ചിലത് കൊടുക്കുവാൻ और തയ്യാറാകുന്നവരാകും. परमेश्वर को खोजने वाले वे कुछ देने वाले भी हैं. ആര് കൊടുക്കാൻ തയ്യാറാകുവോ और जो कोई देने के लिए तैयार हो जाएगा, അവിടെയാണ് ഉണർവ് ആരംഭിക്കുന്നത്. तो वहां पर बेदारी का आरंभ हो जाता है. ഒരുപക്ഷെ പണമായിരിക്കും ദൈവം നിങ്ങളോട് हो ചോദിക്കുന്നത്. सकता है कि शायद आप धन देते हैं परमेश्वर को. ചിലപ്പം ജീവനും ദൈവം ചോദിച്ചെന്ന് വരാം. हो सकता है कि अपने जीवन को भी देना पड़े. കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി എന്റെ ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിലാണ് അവരിലൂടെ ഉണർവ് നടക്കുന്നത്. और जो बेदारी है वो तब आती है जब कोई भी ऐसा व्यक्ति कहता है कि परमेश्वर के राज्य के लिए मैं अपने आप को भी बलिदान करने के लिए तैयार हूं. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ यहाँ पर സ്തുതിക്കുകയാണ്. बैठे हुए सभी पासवानों के लिए मैं खुदा का धन्यवाद करता हूं. അവരെല്ലാവരും ഈ രാജ്യത്ത് കർത്താവിന്റെ വേല ചെയ്യുന്നത് അവരുടെ ജീവൻ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടാണ്. ये ऐसे तैयारी के साथ कि अपने जीवन को भी अगर परमेश्वर के लिए देना पड़े तो वो उसके लिए तत्पर है. ലോകത്തിലെ ഉണർവുകളുടെ ചരിത്രം और പഠിക്കുമ്പോൾ जब हम अलग अलग जगह पे हुई बेदारी के बारे में देखते हैं, എന്നെ അത്ഭുതപ്പെടുത്തിയ ഉണർവ് കംബോഡിയയിലെ ഉണർവാണ്. और वहां कंबोडिया में जो बेदारी आई वो मुझे काफी उत्साहित करती ആ है. ഉണർവ് ആരംഭിച്ചത് ഒരു പാസ്റ്ററിൽ നിന്നല്ല, और वो जो बेदारी है वो किसी पासवान से उसकी शुरुआत नहीं हुई, ഒരു ചർച്ചിൽ നിന്നുമല്ല, और कोई कलीसिया से उसकी शुरुआत नहीं हुई, ഒരു കൊച്ചു പെൺകുട്ടിയിൽ നിന്നാണ്. और एक छोटी सी बच्ची के द्वारा उसकी शुरुआत हुई. അവർ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുവിശേഷ വിരോധികൾ അവരെ പിടിച്ചു. और जब वे परमेश्वर की आराधना कर रहे थे,
सामाजिक तत्वों ने उनको पकड़ लिया അവരോട് പറഞ്ഞു യേശുവിന് വേണ്ടി ജീവിച്ചാൽ നിങ്ങളെ കൊല്ലും, യേശുവിനെ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് ജീവൻ തിരിച്ചു തരാം. और वे कहने लगे कि अगर आप यीशु की आराधना करेंगे तो हम आपको मार देंगे, लेकिन आप उसकी आराधना को छोड़ देंगे तो हम आपका जीवन बख्श देंगे. അവരോട് പറഞ്ഞപ്പോൾ അവരിൽ പലരും യേശുവിനെ ഉപേക്ഷിക്കാൻ തയ്യാറായി. और उनमें से कई लोग यीशु को छोड़ने के लिए तैयार हो गए അതിനുവേണ്ടി പരസ്യമായിട്ട് ഒരു ആക്ട് അവർ ചെയ്യുകയാണ്. और सबके सामने उसके लिए उन्होंने कुछ किया. ഇതുപോലൊരു ഗ്രൗണ്ട്, इस प्रकार का एक मैदान ഒരു പോഡിയത്തിൽ ഒരു ബൈബിൾ കൊണ്ട് വെച്ചിരിക്കുകയാണ്. और एक मंच पर एक बाइबल उसको वहां पर रखा हुआ है. ഇതുപോലെ ബൈബിൾ തുറന്നു വെച്ചിരിക്കുകയാണ്. और इस प्रकार से बाइबल को खोल कर रखा है ആൾക്കാരെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിർത്തി. और लगातार एक कतार में लोगों को खड़ा कर दिया. രണ്ട് മൂന്ന് പടയാളികൾ തോക്കുമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. और 2-3 सैनिक वहां पर बंदूक के साथ खड़े हो गए ഓരോരുത്തരും ബൈബിളിന്റെ മുമ്പിലേക്ക് വരണം. और उनसे कहा कि एक एक करके बाइबल के सामने आए. വരുമ്പോ അവരോട് പറഞ്ഞു, തുപ്പാൻ പറഞ്ഞു ബൈബിള്. और वे उनसे कहने लगे कि बाइबल के ऊपर आप थूके. തുപ്പി യേശുവിനെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോകാം, ഇല്ല അവിടെ നിങ്ങൾ തുപ്പാതെ യേശുവിന് വേണ്ടി ജീവിക്കുന്നെന്ന് പറഞ്ഞാൽ അവർ വെടിവെച്ച് കൊല്ലും. और उनसे कहा गया कि अगर आप थूक कर यीशु का तिरस्कार कर देंगे तो आपका जीवन बख्श देंगे, पर अगर आप ऐसा नहीं करेंगे तो हम आपको मार देंगे. എല്ലാവരും വന്നു, एक एक करके लोग आने लगे എല്ലാരും തുപ്പിയേച്ചു പോയി. और कई लोग आए और थूक कर चले गए. ഒടുവിൽ ഒരു കൊച്ചു പെൺകുട്ടി, और सबसे आखिरी में एक छोटी सी बच्ची, അവിടെ സമയം വന്നു, उसका समय भी आया. അവള് തുപ്പുവന്നോർത്തപ്പോ और लोगों ने सोचा कि वो भी इस बाइबल पर थूकेगी. അവള് ചെയ്തത് उसने क्या किया? ഈ ബൈബിള് കയ്യിലോട്ടെടുത്തു. उसने उस वचन को हाथ में लिया അവരെല്ലാവരും തുപ്പിയത് അവിടെ തുണിയാൽ അവള് തുടച്ചു. और लोगों ने जो उस बाइबल के ऊपर थूका था वो उसके कपड़े से उस थूक को साफ करने लगी. എന്നിട്ട് ആ ബൈബിൾ മാറോട് ചേർത്ത് പിടിച്ചു. और अपने सीने से उस बाइबल को उसने लगा लिया. പുറകിൽ നിന്നവർ പറഞ്ഞു, ചെയ്യരുത് ചെയ്യരുത് और जो ചെയ്യരുത്. लोग पीछे खड़े थे वो बोलने लगे, बच्ची तू ऐसा मत कर. അവള് പറഞ്ഞു, യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. और वो कहने लगी, मेरे यीशु के लिए मेरे जीवन को भी मैं देने के लिए तैयार हूँ. വെടി അവളുടെ ദേഹത്തേക്ക് വന്നു. और उसके बाद उसके ऊपर गोली चलाई. അവിടെ ചോര ആ ബൈബിളിൽ തെറിച്ചു. उसका खून उस बाइबल के ऊपर गिरा. പക്ഷേ അന്ന് അവിടെ ഒരു പ്രവൃത്തി ആരംഭിച്ചു. അതാണ് കംബോഡിയയിലെ ഉണർവിന് കാരണമായി पर उस दिन മാറിയത്. एक बहुत बड़ा आरंभ वहां पर हुआ और उसी के द्वारा वो बेदारी कंबोडिया में आई. ഞാൻ ഇന്ന് പകൽ ഗോളിയറിലെ ദൈവദാസന്മാരോട് പറയുക, ഒരുപക്ഷെ ദൈവം നമ്മളോട് പൈസ മാത്രമായിരിക്കത്തില്ല ചോദിക്കുന്നത്, ആരോഗ്യം മാത്രമായിരിക്കത്തില്ല ചോദിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി നിന്റെ ജീവൻ ചോദിച്ചാൽ നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് കൊടുക്കാൻ തയ്യാറാണെന്ന് പറയാൻ എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ ഇവിടെ ഉണ്ട്. मैं आपसे पूछना चाहूंगा, हो सकता है शायद परमेश्वर आपसे आपका धन या समय नहीं मांगे, हो सकता है परमेश्वर की सेवा को बढ़ाने के लिए आपको आपके जीवन को भी त्यागना पड़े, मरना भी पड़े, तो आप में से कितने लोग उसके राज्य की बढ़ोतरी के लिए तैयार है? Are you ready? ഭയങ്കര ദൈവ സാന്നിധ്യം ഞാൻ ഈ യോഗത്തിനകത്ത് परमेश्वर അനുഭവിക്കുന്നുണ്ട്. की उपस्थिति को मैं इस सभा में महसूस कर रहा हूँ. നമ്മുടെ കർത്താവിന് വേണ്ടി ചോര കൊടുക്കാൻ, നിക്ഷേപപാത്രം തുറക്കാൻ പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം അതിന് തയ്യാറാണെന്ന് പറയാൻ തന്റെ ഇടമുള്ള എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. और हिम्मत के साथ, हियाव के साथ, अगर परमेश्वर के लिए आपको अपना रक्त भी बहाना पड़े तो आप में से कितने लोग उसके लिए तैयार है? എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ ചുമ്മാ അതൊന്നും അന്വേഷിക്കാൻ പറ്റത്തില്ല. ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രമേ ദൈവത്തെ അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. और अगर आप परमेश्वर को खोजना चाहते हैं तो बिल्कुल आसानी से उसको नहीं कर सकते हैं. शास्त्री लोग ही परमेश्वर को खोज सकते हैं. കാര്യം ബൈബിൾ പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാനാ, അല്ലേ? और बाइबल या उसको समझने वाले लोग वो बुद्धिमान लोग हैं. കാര്യം ഈ ഭൂമി ദൈവത്തിന്റെ സൃഷ്ടിയാ. क्योंकि जो धरती है वो परमेश्वर की बनावट है. ചെറിയ കാര്യമാണോ ഇത്? ये क्या छोटी बात है क्या? ഈ ഭൂമിയുടെ വലിപ്പം എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? आप में से कोई जानता है कि इस धरती का जो आकार क्या है? ഗാളിയാറിന്റെ വലിപ്പം എത്ര? ഗാളിയാർ സിറ്റി ग्वालियर सिटी का क्षेत्रफल कितना है? എത്ര? पता है क्या? ഗൂഗിളിൽ നോക്കിയേക്കണേ. गूगल में देख सकते हैं. ഭൂമിയുടെ വലിപ്പം എത്ര? उस पूरी धरती का क्षेत्रफल क्या है? 93,000 ബില്യൺ പ്രകാശവർഷം വലിപ്പമാ ഭൂമിക്ക്. 93 लाख बिलियन जो साइज है उसका आकार है. The size of the universe is 93 billion light years. और जो इस भूखंड का जो आकार है वो 93 बिलियन लाइट ईयर्स है. അതിനകത്ത് ഒരു സൂര്യൻ നിപ്പുണ്ട്. उसके अंदर एक सूर्य है. അതിന്റെ വലിപ്പം എത്ര? उसका आकार क्या है? 8,64,000 മൈൽ പ്രകാശവർഷം വലിപ്പമുള്ളതാ സൂര്യൻ. 864 लाख
उसका जो लाइट जो साइज बताया गया है। നിങ്ങൾ പറയും ഉച്ചയ്ക്ക് വെറുതെ കണക്ക് പറഞ്ഞ് ഞങ്ങളുടെ തല പുണ്ണാക്കരുത് आप അല്ലേ? बोलेंगे कि सुबह दिन के टाइम में ये गणित बताकर हमारा सर घबरा रहे हैं आप। 5500 ഡിഗ്രി സെൽഷ്യസിലാ സൂര്യൻ ഇങ്ങനെ തിളച്ചു മറിഞ്ഞു 5500 डिग्री सेल्सियस में सूर्य का प्रकाश है, वो इस प्रकार से ज्वलनशील होता है। ഇങ്ങനെ എണ്ണമറ്റ നക്ഷത്രം മിൽക്കി വേ ഗാലക്സി ഇതെല്ലാം ഒറ്റ വാക്ക് ഉളവാകട്ടെന്നുള്ള ഒരൊറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ ഈ മഹാദൈവം ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? इन सबको बनाने वाला सिर्फ एक शब्द के द्वारा उसने इस पूरे ब्रह्मांड को, उस पूरी धरती को बनाया। वो कितना महान है, क्या आपने उसके बारे ഈ में सोचा है? ദൈവത്തെ സേവിക്കുന്നത് സന്തോഷമുള്ളവർ മാത്രം കരപടിച്ച് ദൈവത്തെ ഒന്ന് इस സ്തുതിച്ചാട്ട് परमेश्वर की പ്രിയപ്പെട്ടവരെ. सेवा करने वाले जो आनंद में, खुशी में है, वे ताली बजाकर उसका धन्यवाद ഈ करें। ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? और परमेश्वर के लिए, इस परमेश्वर के लिए जीवन देना कोई छोटी बात है क्या? അപ്പൊ ദൈവത്തെ അറിയണമെങ്കിൽ ഒരു വെളിപ്പാട് പ്രാപിക്കണം. अगर परमेश्वर को जानना है, खोजना है, तो एक प्रकाशन चाहिए। ദൈവത്തെ അറിഞ്ഞവരുടെ ഇടയിൽ ഒരു ക്ലൈമറ്റ് അവർ രൂപപ്പെടുത്തും. और परमेश्वर को जानने वालों के बीच में एक वातावरण वो बनाते हैं। ദൈവത്തെ അറിഞ്ഞവർ ഒരു നിക്ഷേപപാത്രം തുറക്കും. और वे परमेश्वर के लिए सब कुछ खोल देते हैं। ദൈവത്തെ അറിയുന്നവർ അവിടെ വരുത്തുന്ന വേറൊരു കാര്യമുണ്ട്, വലിയ സന്തോഷത്തിലേക്ക് നയിക്കപ്പെടും. और वो जो लोग परमेश्वर के खोजी है, उसके पास आते हैं, वे अपने जीवन को एक आनंद में ले जाते हैं। ലോകം തരാത്ത ഒരു സന്തോഷം. एक ऐसा आनंद, एक ऐसा संतोष जो ഈ संसार नहीं दे सकता। ദൈവത്തെ അറിഞ്ഞവർ जो परमेश्वर को जान चुके हैं, പ്രാപിക്കുന്ന 3 അനുഗ്രഹമാണ്. वे 3 आशीषों को पाते हैं। ഞാൻ പെട്ടെന്ന് അതൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാവേ. जिसे बोलकर मैं प्रार्थना करना चाहूंगा। ഒന്നാമത്തെ അനുഗ്രഹം पहली आशीष 27 സങ്കീർത്തനത്തിന്റെ അത് സോറി 24 സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യം. भजन 24 और उसका 5। ഒന്ന്, അവർ ദൈവത്തിൽ നിന്ന് അനുഗ്രഹവും നീതിയും പ്രാപിക്കും. और वहां पर हम देखते हैं कि वे यहोवा की ओर से आशीष को पाएंगे। അപ്പൊ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? जो परमेश्वर को खोजते हैं, उनको मिलने वाली पहली आशीष क्या है? ഇത് ബ്ലെസ്സിങ്സ് ഫ്രം ഗോഡ്. वे परमेश्वर से आशीष को पाएंगे। ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം. परमेश्वर से मिलने वाली आशीष। നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. आप ध्यान दें, ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. एक प्रश्न मैं आपसे पूछना चाहूंगा। ബൈബിളിൽ എത്ര ഹാനോക്കുമാരുണ്ടെന്ന് നിങ്ങൾക്ക് പറയാമോ? आप में से कितने लोग बता सकते हैं कि बाइबल के अंदर कितने हनोक नाम के व्यक्ति हैं? ബൈബിളിൽ എത്ര ഹാനോക്കുമാരുണ്ട്? कितने हनोक नाम के व्यक्ति है बाइबल के अंदर? എത്ര പേരുണ്ട്? कितने हैं? ഒന്നാണോ രണ്ടാണോ? एक है कि दो है? ഞാൻ 2 വാക്യം വായിപ്പിക്കാവേ. സ്ക്രീനിൽ ഒന്ന് ഇടണം, നിങ്ങളൊന്ന് നോക്കണേ. 2 वचन मैं पढ़वाऊंगा, आप उसको स्क्रीन में देखें। ഉൽപ്പത്തി പുസ്തകം उत्पत्ति की पुस्तक 4-ാമത്തെ അധ്യായത്തിന്റെ उसका 4था अध्याय 17-ാമത്തെ വാക്യം. उसका 17वां आयत। 4-ാം അധ്യായം 17-ാം വാക്യം. उत्पत्ति 4 और उसका 17। കായീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. जब कैन अपनी पत्नी के पास गया, അവൾ ഒരു മകനെ ഗർഭം ധരിച്ച് പ്രസവിച്ചു. वो गर्भवती हुई और एक पुत्र को जनी। അവന് ഹാനോക്ക് എന്ന് പേരിട്ടു. उसको हनोक नाम रखा അവന്റെ പേരിൽ ഒരു പട്ടണം പണിതു. और उसके नाम से एक शहर बनाया। അപ്പൊ ഒന്നാമത്തെ ഹാനോക്കിനെ നമ്മൾ പരിചയപ്പെട്ടു. और पहले हनोक के बारे में हम परिचित हुए। ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട കായീൻ जो परमेश्वर की उपस्थिति को खोया हुआ कैन ഭാര്യയെ പരിഗ്രഹിച്ചു, ഒരു മകനെ പ്രസവിച്ചു, അവന് പേരിട്ടു ഹാനോക്ക് എന്ന് പേരിട്ടു. അവന്റെ പേരിൽ ഒരു പട്ടണം പണിതു. वो उसकी पत्नी के पास गया, वो गर्भवती हुई और एक बच्चे को जनी और उसका नाम हनोक रखा और उसके नाम पर एक शहर को बनाया। എന്തിനാ പട്ടണം പണിതത്? एक शहर को क्यों बनाया? ചിലർ ലോറി മേടിച്ചേച്ച് വണ്ടി മേടിച്ചേച്ച് മക്കളുടെ പേരിടും. और कई लोग करते, कोई गाड़ी खरीदते हैं और उस गाड़ी के ऊपर अपने बच्चों का नाम लगाते हैं। എന്തിനാ പേരിടുന്നേ? क्यों नाम देते हैं? പേര് നിലനിൽക്കാനായി. कि उनका नाम अस्तित्व में रहे। അപ്പൊ ഹാനോക്കിന്റെ പേരിട്ടു, കായിന്റെ മോന്റെ പേരിട്ടു, അവന്റെ പേര് പട്ടണം പണിതു. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പട്ടണത്തെ കുറിച്ച് ഇന്നറിയാവോ? और हम देखते हैं कि हनोक, उनका जो पुत्र कैन का पुत्र हुआ, उसके नाम पर एक भवन को, एक शहर को बनाया। पर क्या आप जानते हैं कि क्या उस शहर का आज अस्तित्व है? ഇനി രണ്ടാമത്തെ ഒരു ഹാനോക്കിനെ ഞാൻ और പരിചയപ്പെടുത്താം. दूसरे हनोक के बारे में हम देखेंगे। അത് ഉൽപ്പത്തി 5:21 കാണുന്നത്. और उसको हम उत्पत्ति की पुस्तक उसका 5वां अध्याय और 21वीं आयत में हम उसको देखते हैं। അതാരാന്നറിയാമോ? वो कौन है, आपको पता है? ശേത്തിന്റെ 6-ാം തലമുറക്കാരൻ ഹാനോക്ക്. शेत का जो 6वीं पीढ़ी है, उसके अंदर आने वाला हनोक। ആ ജീനിയോളജി ഇവിടെ എഴുതിയിട്ടുണ്ട്. उस जीनियोलॉजी के बारे में लिखा है। ശേത്ത്, शेत, ഏനോഷ്, एनोश, കേനാന്, केनान, മഹലേല്, महलेल, യാരെദ്, येरेद,
അതിനുശേഷം ഹാനോക്ക്. उसके बाद हनोक. അപ്പം രണ്ട് ഹാനോക്കുമാരെ നമ്മൾ കണ്ടു. तो हमने दो हनोक के बारे में देखा. ഒന്ന് കയീന്റെ മകൻ ഹാനോക്ക്, एक केन का पुत्र हनोक, രണ്ട് ശേത്തിന്റെ മകൻ ഹാനോക്ക്. दूसरा शेत का पुत्र हनोक. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. सब जोर से बोले രണ്ട് ഹാനോക്കുമാർ. दो हनोक. ഉറക്കെ പറ. जोर से बोले दो हनोक. ജോർസേ ബോലിയേ. രണ്ട് ഹാനോക്കുമാർ. दो हनोक. ഏതൊക്കെയാ? कौन कौन से? ബൈബിൾ കിസാണ്. ഏതൊക്കെയാ? बाइबल के अनुसार कौन कौन से हैं? ഒന്ന് पहला കായീന്റെ മകൻ ഹാനോക്ക്. केन का पुत्र हनोक. എല്ലാവരും പറഞ്ഞേ. सब बोले കായീന്റെ മകൻ ഹാനോക്ക്. केन का पुत्र हनोक. കായീന്റെ മകൻ ഹാനോക്ക്. केन का पुत्र हनोक. രണ്ടാമത്തെ ഹാനോക്ക് दूसरा हनोक ശേത്തിന്റെ അഞ്ചാം തലമുറയിലുള്ള യാരേദിന്റെ മകൻ ഹാനോക്ക്. शेत के 5वीं पीढ़ी में आने वाले येरेद का लड़का हनोक. കായീന്റെ മകൻ ഹാനോക്കിന് വേണ്ടി എന്തോ ചെയ്തു കൊടുത്തു? और कैन के पुत्र हनोक के लिए क्या किया गया? പട്ടണം പണിതു एक കൊടുത്തു. शहर बनवाया गया. ശേത്തിന്റെ മകൻ ഹാനോക്ക് എന്തോ ചെയ്തു? और शेत के पुत्र हनोक के लिए क्या किया गया? വേറൊന്നും ചെയ്തില്ല. उसने और कुछ तो नहीं किया. ദൈവത്തോടൊപ്പം നടന്നു. वो परमेश्वर के साथ साथ चला. ദൈവത്തോടൊപ്പം वो നടന്നു. परमेश्वर के साथ साथ चला. നിങ്ങൾക്കിപ്പോ അറിയാവുന്നത് आप अभी जो आपको पता है, ഏത് ഹാനോക്കിനെയാ നിങ്ങൾക്ക് അറിയാവുന്നത്? आप किस हनोक के बारे में जानते हैं? കായീന്റെ മകൻ ഹാനോക്കിനെയാണോ നിങ്ങൾക്ക് അറിയാവുന്നത്? क्या आप कैन के पुत्र हनोक के बारे में जानते हैं? അതോ ശേത്തിന്റെ മകൻ ഹാനോക്കിനെയാണോ क्या നിങ്ങൾക്ക് शेत के അറിയാവുന്നത്? पुत्र हनोक के बारे में जानते हैं? ഉറക്കെ പറ. जोर से बोले. ഉറക്കെ പറ. जोर से बोले. അപ്പൊ നാളുകളിൽ അറിയപ്പെടണോ, അനുഗ്രഹം പ്രാപിക്കണോ, അതിന് പേഴ്സ് വേണ്ട, അതിനൊന്നും വേണ്ട. ദൈവത്തോടൊപ്പം നടക്കാൻ ഒരു മനുഷ്യൻ തീരുമാനിച്ചാൽ, अगर आपको आगे जाना है, आपके नाम को आगे जाना है, तो आपको कुछ और नहीं करना है. आपको सिर्फ परमेश्वर के साथ साथ चलना है. എന്റെ അറിവ് കൃത്യമാണോ എന്ന് എനിക്കറിയത്തില്ല. और मेरी जो जानकारी है वो बिल्कुल सही है कि मुझे पता नहीं. പക്ഷെ ഞാൻ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താം. परंतु मैं एक व्यक्ति के बारे में आपको बताऊंगा. 1980-കളിൽ അദ്ദേഹം വിവാഹം കഴിച്ചു. 1980 के समय में उन्होंने शादी किया. ആ സമയത്തടങ്ങാത്ത ആത്മദാഹ നിമിത്തം, और काफी आत्मिक दाह के कारण, ദൈവ നിയോഗപ്രകാരം परमेश्वर की योजना के अनुसार ഡൽഹിയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു वे വന്നു. दिल्ली में आए. അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടാണ് അദ്ദേഹം കടന്നു വന്നത്. वे उनकी पत्नी के साथ यहाँ पर आए. അന്ന് ന്യൂണ്ടി അച്ചച്ചഫോർഡിന് പ്രത്യേകിച്ച് മൂലധനങ്ങളൊന്നുമില്ല. और उन दिनों में न्यू इंडिया चर्च के पास किसी भी प्रकार का कोई मूलधन नहीं था. പാസ്റ്റർ ബി.എ. തമ്പിയും വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ പോകുന്ന സമയം. और पास्टर वी.ए. तंबी साहब भी उस समय काफी कठिन अवस्था में गुजर रहे അന്ന് थे. മുതൽ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. और उन समय से उन दिनों में साथ रहने वाले परमेश्वर के दास लोग भी यहाँ पर പാസ്റ്റർ हैं. ടി എബ്രഹാം, പാസ്റ്റർ ടി.എം. കുർല, പാസ്റ്റർ ബോബൻ തോമസ്, പാസ്റ്റർ പോൾ രാജ്, അവർക്കെല്ലാം ഈ ചരിത്രം और അറിയാം. उन सबको इसके चरित्र के बारे में पता है. പക്ഷേ ആ മനുഷ്യൻ ദൈവത്തോടൊപ്പം നടക്കാൻ തീരുമാനിച്ചു. परंतु उस व्यक्ति ने परमेश्वर के साथ चलने का निर्णय लिया. സപ്പോർട്ട് എന്ന വാക്ക് അദ്ദേഹത്തിന് और അറിയത്തേയില്ലായിരുന്നു. सपोर्ट क्या है वो उनको पता ही नहीं था. പക്ഷെ ദൈവത്തോടൊപ്പം നടന്ന മനുഷ്യനെ ഞാനിപ്പോ 10-45 വർഷം കഴിഞ്ഞ് ഇവിടെ കണ്ടപ്പോ 4000 സഭയും ഇത്രമാത്രം ആത്മാക്കളും ഇത്രമാത്രം വലിയൊരു ആത്മീക അനുഭവമാക്കി ദൈവം മാറ്റി. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയാവോ? അദ്ദേഹത്തിന്റെ പേര് അപ്പോസ്തലൻ അബ്രഹാം. और हम देखते हैं कि काफी सालों से वो चलते हुए परमेश्वर के साथ साथ चलते रहे. और आज एक ऐसी अवस्था में, इस जगह पर जहां पर पहुंच चुके हैं जब इस कलीसिया में, इसकी कलीसिया के 4000 से भी ज्यादा कलीसिया और पासवान है. और उस दास का नाम है पास्टर आर अब्राहम जी. ഞാൻ അദ്ദേഹത്തെ ഉയർത്താൻ വേണ്ടി പറഞ്ഞതല്ല. मैं उनको ऐसे ऊंचा करने के लिए नहीं बोल रहा हूं. ദൈവത്തോടൊപ്പം നടന്ന എന്നാ സംഭവിക്കും? परमेश्वर के साथ चलने वालों के साथ क्या होता है? യഹോവ ഭക്തനായ പുരുഷൻ ഉറക്കെ പറ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. आप ऐसा बोले कि इन दास के समान वे भी ऐसे आगे उठाए ഇന്ന് जाएंगे. പകൽ ഞാൻ ഒരു കാര്യം പറയാം. പേര് നിലനിർത്താൻ നീ വാട്സപ്പിൽ വീഡിയോ എടുക്കണ്ട, പേര് നിലനിർത്താൻ നീ റീൽസ് ഉണ്ടാക്കണ്ട. പാസ്റ്റർ ആർ അബ്രഹാമിന് ഒരു വാട്സപ്പ് പോലും ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഒരുത്തൻ ദൈവത്തോടൊപ്പം നടക്കാൻ തീരുമാനിച്ചാൽ അവന്റെ ചരിത്രത്തെ ഈ ഭൂമി മാറ്റാൻ ഒരു ദൈവമുണ്ടെന്ന് എനിക്കറിയാം. आपको आपके नाम को बचाए रखने के लिए सोशल मीडिया में जाना नहीं है, रील्स नहीं बनाना है. परमेश्वर के दास के समान अगर आप परमेश्वर के साथ उसकी सेवा में नित्य चलते रहेंगे तो आपका चरित्र, आपका इतिहास परमेश्वर बदल के रख देगा. എത്ര പേർക്ക് മനസ്സിലായി? कितने लोगों को समझ में आया? എത്ര പേർക്ക് മനസ്സിലായി? कितने लोगों को समझ में आया? Are you understood? Are you understand? നിങ്ങൾക്ക് മനസ്സിലായോ?
आपको समझ में आया? ശബാര ഹദനാര. ശേത്ത് ദൈവത്തോടൊപ്പം നടന്നു. जो शेत है परमेश्वर के साथ चला, ശേത്തിന് ഒരു മോൻ ജനിച്ചു. उसका एक बच्चा हुआ, അവന്റെ പേര് ഏനോസ് എന്നാ. उसका नाम अनोस था। ഉൽപ്പത്തി 4:26. 4:4 ഏനോസിന്റെ കാലത്ത് ആരാധന തുടങ്ങി. और उसके बाद आराधना का आरंभ हुआ। എന്താ ഏനോസിന്റെ കാലത്ത് ആരാധന തുടങ്ങാൻ एनोस കാര്യം? के समय में आराधना की शुरुआत होने का कारण क्या है? ശേത്ത് ഏനോസിനോട് പറഞ്ഞു, और शेत ने एनोस से कहा എടാ എനിക്കൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, कि मेरा एक बड़ा भाई था, പേര് കയീൻ എന്നായിരുന്നു. उसका नाम काइन था। പുള്ളിക്കാരന്റെ കാലഘട്ടത്തിൽ പുള്ളി ദൈവസ്ഥാനത്തിൽ അകന്നുപോയി. और उसने उसके समय में उसने परमेश्वर की उपस्थिति को छोड़ दिया। സ്വന്തം കൈ കൊണ്ട് പുള്ളി വലിയ പട്ടണം പണിതു. और उसके हाथों से उसने एक बहुत बड़ा शहर बनाया। ആ പട്ടണത്തിന് മോന്റെ പേരിട്ടു. और उस शहर के ऊपर उसके बच्चे का नाम रखा। ദൈവത്തെ വെല്ലുവിളിച്ചു. और परमेश्वर को चुनौती दिया। പക്ഷെ അവനും ഇല്ല, പട്ടണവും ഇല്ല, പേരുമില്ല, അവന്റെ തലമുറയില്ല. ना तो उसका शहर रहा, ना उसका नाम रहा, ना उसकी पीढ़ी रही। എടാ കുഞ്ഞെ, ജീവിതം മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തോടൊപ്പം നടക്കുക. तेरे जीवन को तू आगे बढ़ाना चाहता है तो परमेश्वर के साथ चल, ദൈവത്തെ ആരാധിക്കുക. परमेश्वर की आराधना कर। ശേത്തിന്റെ കാലത്ത് ആരാധന തുടങ്ങി. और शेत के समय में आराधना की शुरुआत हुआ। ആ ആരാധന ഏനോസ് തുടർന്നു. और उसके बाद हेनोस भी उस आराधना को आगे बढ़ाता है। ഏനോസിന് കേനാൻ ഉണ്ടായി. और उसका एक बच्चा हुआ, കേനാന് മഹലോൻ ഉണ്ടായി. उसका एक महलेल नाम का बच्चा हुआ। മഹലോനിന് യാരോദ് ഉണ്ടായി. उसके बाद येरेद उत्पन्न हुआ। ഈ കാലഘട്ടത്തിലെല്ലാം അവര് കുടുംബ പ്രാർത്ഥന തുടർന്നു. और उसी समय में उसके परिवार में प्रार्थनाएं चालू हो गई। ആ കാലഘട്ടത്തിലെല്ലാം അവര് ബൈബിൾ വായന തുടർന്നു. और काफी काम वहां पर होने लगे। അങ്ങനെ യാരേദിന് ഹാനോക്ക് ജനിച്ചു. उसके बाद येरेद का एक पुत्र उत्पन्न हुआ, हनोक। ഹാനോക്കിന് 65 വയസ്സായി. और जब हनोक 65 साल का हुआ, ഹാനോക്കിന് ഒരു മോൻ ജനിച്ചു. उसका एक बच्चा हुआ, മോന്റെ പേരാ മെതുശലേ. उसके बच्चे का नाम है मेतुसेलह। മെതുശലേക്ക് ജനിച്ചപ്പോ ഹാനോക്കിന് ഒരു കാര്യം മനസ്സിലായി. और जब मेतुसेलह उत्पन्न हुआ तो हनोक को एक बात समझ में आई എനിക്കൊരു കുഞ്ഞുണ്ട്, कि मेरा एक बच्चा है, വേറെ സമ്പത്തൊന്നുമില്ല, मेरे पास कोई धन दौलत नहीं है, ഇച്ചിരൂടെ എനിക്ക് ദൈവത്തോടൊപ്പം നടക്കണം. मुझे और भी परमेश्वर के साथ आगे जाना है। അവൻ ദൈവത്തോട് ചേർന്ന് നടക്കാൻ തീരുമാനിച്ചു. साथ चिपक कर चलने लगा। 1-2 വർഷമല്ല, 100 साल नहीं, 300 വർഷം നടന്നു. 307 चला। പട്ടണം പണിതില്ല, शहर नहीं बनाया, പേരെടുക്കാൻ ഒന്നും ചെയ്തില്ല. नाम के लिए कुछ भी नहीं किया, പക്ഷെ ഒറ്റ കാര്യം ചെയ്തു. एक ही काम उसने किया, ഒറ്റ കാര്യം ചെയ്തു. उसने किया। ഓ, ഒന്ന് ചേർന്ന് പറ, सब मिलकर बोले, എന്താ ചെയ്തത്? उसने क्या किया? എന്താ ചെയ്തത്? उसने क्या किया? ദൈവത്തോടൊപ്പം നടന്നു. परमेश्वर के साथ साथ चला। ദൈവത്തോടൊപ്പം നടന്നവനെ वो जो परमेश्वर के साथ चला, ദൈവം ഒരു ദിവസം അങ്ങ് എടുത്തു. परमेश्वर ने उसे उठा लिया। അവന്റെ അടക്കം നടന്നോന്ന് എനിക്കറിയത്തില്ല. मुझे नहीं पता कि उसका अंतिम संस्कार किया कि नहीं। എനിക്കൊരു കാര്യം അറിയാം, मुझे एक बात पता है, ദൈവത്തോടൊപ്പം നടന്നവനെ ആരടിച്ചുകൂട്ടി കല്ലറയിൽ അടക്കിയാലും അവനെ ഒരു ദിവസം ദൈവം എടുക്കും. അതെന്നറിയാവുന്ന ദൈവമക്കൾ പറ, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. मैं कहना चाहूंगा, भले संसार उसको दबा दे, मार दे, लेकिन जो भी परमेश्वर के साथ चलता है, भले वो मर भी जाए तो उस समय जब तुरही फूकी जाएगी वो उठा लिया जाएगा। ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. मैं एक बात कहना चाहूंगा, ഞാൻ ജനിച്ചു വളർന്ന എന്റെ രാജ്യത്ത് मैं जहां पर पैदा हुआ मेरा राज्य, ഞാൻ വിശ്വസിക്കുന്ന സുവിശേഷത്തിനെതിരെ मैं जो विश्वास करता हूँ उस सुसमाचार के प्रति विरोध में എന്തെല്ലാം നിയമം വന്നാലും, कोई भी नियम भले खड़े हो जाए ആരെല്ലാം അത് അപ്ലിക്കബിൾ ആക്കിയാലും, और वो उसको लागू कर भी दे, ഇന്ത്യയിൽ ഞാൻ മരിച്ചടക്കപ്പെട്ടാൽ എന്റെ ഉയർപ്പിനെ തടയാൻ ഇന്ത്യയിലെ ഒരു നിയമത്തിന് കഴിയത്തില്ലെന്ന് ഉറപ്പുള്ള ദൈവദാസന്മാരും ദൈവമക്കളും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ കരമുയർത്തി പിടിച്ചുറക്കെ പറ, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. तभी बड़ा कानून क्यों ना आ जाए, इस भारत में अगर मैं मर जाऊं तो मेरे उठाने को या मेरे पुनरुत्थान को रोकने के लिए कोई भी शक्ति काम नहीं कर सकती। ऐसा विश्वास करने वाले कितने लोग हैं? ഉയർപ്പിനെ തടയാൻ ഇന്ത്യയിലെ ഏതെങ്കിലും നിയമത്തിന് കഴിയുമോ പ്രിയപ്പെട്ടവരെ? हमें उठाने के लिए, हमें पुनरुत्थान के लिए कोई भी नियम उसको बाधित नहीं कर सकती है। കഴിയോ? क्या हो सकता है कि हमें रोक सकती है क्या? ഞാൻ എന്റെ പ്രസംഗം നിർത്തുക. मैं अपने शब्दों को विराम देना ഇന്ന് चाहूंगा। പകൽ നിങ്ങളിൽ എത്ര പേര് തീരുമാനിക്കുന്നു, आप में से कितने लोग निर्णय लेंगे, എന്തെല്ലാം പ്രതികൂലം വന്നാലും, कितना भी प्रतिकूल अवस्था आ जाए, എന്തെല്ലാം പ്രയാസം വന്നാലും कितनी भी समस्या आ जाए, എന്റെ ദൈവത്തോടൊപ്പം നടക്കുമെന്ന് തീരുമാനിക്കുന്ന എത്ര പേര്? कितने लोग ऐसे कहेंगे कि मैं मेरे खुदा के साथ साथ चलूंगा? ദൈവത്തോടൊപ്പം നടന്ന എന്താ ഗുണം? और अगर हम परमेश्वर के साथ चलेंगे तो हमें क्या होगा? ഒന്ന് നീ ആയിട്ട് പേരുണ്ടാക്കാൻ ഒന്നും ചെയ്യണ്ട. तो अपने आप से तुझे कुछ नाम बनाने की जरूरत नहीं है, നീ ആയിട്ട് നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട.
तेरी पीढ़ी के लिए तुझे कुछ करने की आवश्यकता नहीं है. നിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ദൈവം तेरे ഏറ്റെടുക്കും. परिवार की जिम्मेदारी खुदा अपने हाथों में ले लेगा. നിന്റെ തലമുറയുടെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കും. तेरी पीढ़ी की जो जिम्मेदारी है खुदा अपने हाथों में ले लेगा. എനിക്കൊരു ദൈവമുണ്ട്, ജീവനുള്ള ദൈവമാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആ കര ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കേ. आप में से कितने लोग ऐसे कहेंगे कि मेरा एक खुदा है, वो जीवित खुदा है, हाथों को ऊंचा कर कर हम उसका धन्यवाद करें. ദൈവത്തോടൊപ്പം നടന്നാൽ ഈ ദൈവം ഞാൻ 3 വാക്യം അങ്ങ് പറഞ്ഞേക്കാം, ഞാൻ പ്രസംഗിക്കുന്നില്ല. ദൈവത്തോടൊപ്പം നടന്നാൽ ഒന്ന് ദൈവത്തിൽ നിന്ന് നിനക്ക് അനുഗ്രഹം ഉണ്ടാകും. और अगर आप परमेश्वर के साथ चलते हैं तो परमेश्वर से आपको आशीष मिलेगी. 2 ഇരമ്യാവ് 29:13 ദൈവം നിന്റെ സ്ഥിതി മാറ്റും. और परमेश्वर आपकी स्थिति को, आपकी अवस्था को बदल देगा. പക്ഷെ അതെല്ലാം പോട്ട്. सब जाने दो. 2 കൊരിന്ത്യർ 3:18 दूसरा कोरिन्थियों 3:18 ദൈവത്തോടൊപ്പം നടക്കുന്നവൻ अगर जो परमेश्वर के साथ चलता है ഒരു ദിവസം രൂപാന്തരപ്പെടും. वो रूपांतरित हो जाएगा. ഹലോ हेलो ഹലോ सुने. 2 Corinthians chapter 2 verses 80 दूसरा कोरिन्थियों 2:18 മൂടുപടം നീങ്ങിയ മുഖത്ത് वो एक रूपांतरित हम हो जाएंगे. കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി और जब हम परमेश्वर की उस महिमा को देखेंगे, നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി और जब हम जो परमेश्वर जो आत्मा है हम जब उसके पास जाएंगे തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് और उस महिमा में रूपांतरित होकर അതേ പ്രതിമയായി उस नए रूपांतरित शरीर के साथ പറ बोले അതേ പ്രതിമയായി एक रूपांतरित शरीर के साथ സെയിം ലൈക്ക് ഗോഡ് ദൈവത്തെ പോലെ हम परमेश्वर के समान हो जाएंगे. ബൈബിളിൽ ഇതുപോലെ യഹൂദ കൾച്ചർ വെളിപ്പെടുത്തുന്ന വേറൊരു വാക്യമില്ല. और बाइबल के अंदर यहूदा का जो संस्कृति है उसको बताने वाला ऐसा कोई दूसरा और वचन नहीं है. 2 കൊരിന്ത്യർ 3:18 യഹൂദ വിവാഹത്തിന്റെ കൾച്ചർ വെളിപ്പെടുത്തുന്ന വാക്യം. और पहला कोरिन्थियों 3:18 में यहूदा की संस्कृति की जो शादी के बारे में बताया യഹൂദ गया. വിവാഹത്തിന് 2 വശമുള്ളത്. विवाह के 2 साल में ഒന്ന് യെറൂസിൻ എന്ന് പറയും. യെറൂസിൻ एक यरूशलेम, യെറൂസിൻ എന്ന് പറഞ്ഞാൽ വിവാഹ നിശ്ചയം. उसका मतलब कि जो शादी का निश्चय करवाना. ഈ വിവാഹ നിശ്ചയത്തിൽ എന്താ ചെയ്യുന്നത്? और शादी के निश्चय के समय क्या होता है? ഒരു പുരുഷൻ വരുന്നു, उस मंगनी के समय एक ഒരു पुरुष आता है. ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ടാൽ जब वो एक स्त्री को पसंद करता है അവിടെ കയ്യെ മോതിരം ഇടുന്നു, उसकी उंगली में एक अंगूठी डालता है, അവിടെ മുഖത്ത് വെയിലിടുന്നു. उसके सिर पर ओढ़नी डालता है അതിനുശേഷം അവന്റെ അധ്വാനത്തിന്റെ ഒരു വിഹിതം എടുത്ത് അവിടെ കയ്യിലേക്ക് और उसके बाद उसकी मेहनत का एक भाग उसके हाथों में दे देता है എന്നിട്ട് അവളോടായി പറയുന്നു, और उससे कहता है ഞാൻ നിനക്കൊരു വീട് ഒരുക്കാം. कि मैं तेरे लिए एक भवन बनाने जा रहा हूँ. എന്ന് വീട് പണി തീരുവോ और जब वो भवन का निर्माण पूरा हो जाएगा അന്ന് നിന്നെ ചേർക്കാൻ ഞാൻ വരും. तो उसके बाद मैं तुझे ले जाने आऊंगा. അതിന് നിശ്ചയം എന്ന് പറയുന്നത് വിവാഹത്തിന്. उसको मिस्यू നിങ്ങൾക്കത് മനസ്സിലാകാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. एक उदाहरण मैं बताता हूँ. ഇവിടെ അങ്ങനെയാണെന്നാ എന്റെ വിശ്വാസം. मैं ऐसा विश्वास करता हूँ यहाँ पर भी शायद ऐसा होता है. നമ്മുടെ അടക്കാരാധനകൾ നടക്കുമ്പോൾ सॉरी നമ്മുടെ അടക്കാരാധനകൾ നടക്കുമ്പോൾ ഫ്യൂണറൽ നടക്കുമ്പോൾ और जब अंतिम संस्कार की जो प्रक्रिया होती है ഏറ്റവും ലാസ്റ്റ് പാസ്റ്റർമാർ ചെയ്യുന്ന എന്താ? और आखिरी में पासवान जी क्या करते हैं? ആന്റി പറഞ്ഞു आंटी ने बोला എന്താ ചെയ്യിപ്പിക്കുന്നേ? क्या बोलते हैं? മുഖം മൂടിക്കും അല്ലേ? मुंह को ढक देते हैं. അങ്ങനല്ലേ ഇവിടെ? അങ്ങനല്ലേ? यहाँ पर ऐसा ही होता है ना? ആണോ? ऐसा ही होता है ना? ആണോ? ऐसा ही है. എന്താ മുഖം മൂടുന്ന? और मुंह को ढकना उसका क्या मतलब है? മുഖം മൂടുമ്പോ ആള് നമ്മളോട് പറയാതെ പറയുക, और आप उसके बाद ऐसा बोलते हैं ഇന്നലെ വരെ നിങ്ങളുടെ കൂട്ടു വിശ്വാസിയായിരുന്നു ഞാൻ, और गत दिन तक मैं तुम्हारे सह विश्वासी था, ഇന്നലെ വരെ നിങ്ങളുടെ അപ്പനായിരുന്നു ഞാൻ, और कल तक शायद मैं आपका पिता था, ഇന്നലെ വരെ നിങ്ങളുടെ ഭൂമിയിലെ നിങ്ങളുടെ പാസ്റ്റായിരുന്നു ഞാൻ, और हो सकता है कि कल तक मैं आपके चर्च का आपके कलीसिया ഇന്ന് का पासवान था, ഭൂമിയിലെ എന്റെ എല്ലാ ഉത്തരവാദിത്തത്തിൽ ഞാൻ ഒഴിയുക. और आज इस धरती की सारी जिम्मेदारियों को मैं छोड़ता हूँ, ഈ മുഖം മൂടിയുടെ കീഴിൽ ഞാൻ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുക. और इस मुंह को ढककर मैं एक बात के इंतजार में हूँ. എന്നെ വിവാഹ നിശ്ചയം ചെയ്തേച്ച് मुझसे मंगनी करने वाला എനിക്ക് വീടൊരുക്കാൻ പോയ ഒരാളുണ്ട്. वो मेरे लिए भवन बनाने के लिए गया. ആളെ വീട് പണി തീരുമ്പോ എന്നെ ചേർക്കാൻ വരും. जब भवन का निर्माण हो जाएगा वो मुझे साथ ले जाने आएगा. എത്ര പേർക്ക് ഉറപ്പുണ്ട്? कितने लोग इस बात पर विश्वास करते हैं? ഓ കാഹളം ധ്വനിക്കും. और जब तुरही फूकी जाएगी മരിച്ചവർ അക്ഷരായിട്ട് ഉയർക്കും. जो मरे हुए वो पहले जी उठेंगे. ലോകത്തിൽ നടക്കാൻ പോകുന്ന ഇനിയുള്ള ഏറ്റവും വലിയൊരു സംഭവമാണത്. और इस संसार में होने वाला एक बहुत बड़ी घटना है. കോടാകോടി വിശുദ്ധന്മാരുടെ മുഖം മൂടി ഉയരുന്ന ഒരു ദിവസം, മധ്യാകാശത്തിൽ നമ്മുടെ കർത്താവിനെ നാം എതിരേൽക്കുന്ന ദിവസം. कोड़ी लोगों के शहर के मुंह से जब वो उठाया जाएगा तो मध्य आकाश में उस प्रभु को स्वीकारने के लिए हम उठाए जाएंगे. മെസ്സേജ് തീർന്നു. और संदेश समाप्त हुआ. മെസ്സേജ് തീർന്നു. संदेश समाप्त हुआ. ഒരു നിമിഷം ശ്രദ്ധിച്ചേ. एक क्षण आप ध्यान दें. എത്ര പേര് നമുക്ക് തീരുമാനിക്കും? आज की सुबह आप में से कितने लोग इस बात का निर्णय लेंगे? ഭൂമിയിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും
इस संसार में मुझे कुछ मिले ना मिले, ഞാൻ എൻ്റെ ഈ ദൈവത്തോടൊപ്പം നടക്കും. मैं मेरे खुदा के साथ चलूंगा, എൻ്റെ ദൈവത്തോടൊപ്പം നടക്കും. मेरे खुदा के साथ मैं चलूंगा। എടാ 10,000 കോടിയുടെ കാശുണ്ട്, ഉയർപ്പ് നടക്കത്തില്ല അംബാനിക്ക്. और जिसके पास 16,000 करोड़ की संपत्ति है, वो भी वो किसी को जी नहीं उठा, उसको वापस वापस नहीं कर 10 सकता। പൈസ എന്റെ പേഴ്സിലില്ലേലും എനിക്കൊരു ഉയർപ്പുണ്ടാകുമെന്നുള്ളത് എന്റെ मेरे പ്രത്യാശ. जेब में पैसा नहीं हो, लेकिन मेरे लिए पुनरुत्थान है, ऐसा कितने लोग मानते हैं? എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? उस कितने लोग इस बात को मजबूती से विश्वास करते ഇന്ന് हैं? പകൽ എത്ര പേര് തീരുമാനിക്കുന്നു कितने लोग आज निर्णय लेंगे ഈ ദൈവത്തോടൊപ്പം നടക്കാം, कि मैं इस खुदा के साथ ഈ चलूंगा, ദൈവത്തോടൊപ്പം इस നടക്കാം? परमेश्वर के साथ मैं चलूंगा। ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യുക. मैं आपको चुनौती देता हूं ജീവനെങ്കിൽ ജീവൻ വെച്ച്, कि जीवन की മരണമാണെങ്കിൽ എന്റെ നിക്ഷേപപാത്രം തുറന്ന് कि अपना जो भी आपके पास है सब कुछ खोल कर ഈ കർത്താവിനൊപ്പം നടക്കാൻ. कि हम उस खुदा के साथ चलें। ഞാനിപ്പോ മുന്നോട്ട് വിളിച്ചാൽ നിങ്ങളെല്ലാം വരുമെന്ന് എനിക്കറിയാം. मैं जानता हूं कि अगर मैं आपसे किसी को आगे बुलाऊं तो आप सब आ जाएंगे। അത്ര ദൈവസ്ഥാനത്ത് ഇവിടെ നിൽപ്പുണ്ട്. उतना परमेश्वर की हुजूरी यहाँ पर है, പക്ഷെ ഞാനതൊന്നും ചെയ്യുന്നില്ല. पर तुम ऐसा कुछ नहीं करूंगा। ഇന്ന് പകൽ आज की सुबह ഒറ്റ വാക്ക് ഞാൻ ചോദിക്കുക. एक ही बात मैं आपसे पूछूंगा, Are you ready to go with God? ദൈവത്തോടൊപ്പം നടക്കാൻ क्या आप परमेश्वर के साथ चलने के लिए तैयार हो? തയ്യാറാണെന്നുള്ളവർ രണ്ട് കരം ഉയർത്തി. आप में से जो भी तैयार है अपने दोनों हाथों को आप ऊंचा करें। ഒരു കരമല്ല, രണ്ട് കരം ഉയർത്തി. दोनों हाथों को ऊंचा करें, എന്തുകൊണ്ടാണ് രണ്ട് കരം ഉയർത്തുന്നത്? दोनों हाथ को ऊंचा करते हैं। കാൽവറിയിൽ കർത്താവ് നമുക്ക് വേണ്ടി 6 മണിക്കൂറാ രണ്ട് കരം ഉയർത്തി നിന്നത്. कलवरी क्रूस पर यीशु मसीह हमारे लिए दोनों हाथों को फैलाकर क्रूस पर लगा, അയ്യോ, യേശുവിന് വേണ്ടി രണ്ട് കരം ഉയർത്തിപ്പിടിക്കാം. और तो यीशु के लिए अपने दोनों हाथों को ऊंचा करें ഒന്നുറക്ക വിളിച്ചേ യേശുവേ എന്നൊന്നുറക്ക വിളിച്ചേ. और एक पुकारे और कहे यीशु। ജോർസെ ജോർസെ ബോലിയേ യേശു बोले यीशु, യേശുവേ എന്ന് വിളിച്ചേ. यीशु, യേശുവേ എന്ന് വിളിച്ചേ. यीशु। ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് एक क्षण अपने अपने स्थानों पर खड़े हो जाए। നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിച്ചു. हम सब मिलकर കർത്താവിനോടൊപ്പം യാത്ര ചെയ്യാം. परमेश्वर के साथ चलें। ആരും എഴുന്നേറ്റ് പോകരുത്, आप जाएं, ആരും എഴുന്നേറ്റ് പോകരുത്. आप जाएं, ഇത്ര ദൈവസാന്നിധ്യം നിൽക്കുന്നുണ്ട്. उतनी ही परमेश्वर की उपस्थिति हमारे मध्य ഈ में है। യേശുവിനെ വിട്ടേച്ച് അടുത്ത മിനിറ്റുകൾക്കകത്ത് ഈ യോഗം തീരും. और कुछ क्षणों में ये सभा यहाँ पर समाप्त होगी, പക്ഷെ അതിനു മുമ്പായിട്ട് ഇന്ന് പകൽ ഈ കർത്താവിനോടൊപ്പം നടക്കാം. पर हमें ये निर्णय लेना है कि मुझे इस परमेश्वर के साथ चलना है। ശാന്തനാഥൻ അക്കരെ ഉയർത്തിപ്പിടിച്ചാട്ട് आपने हाथों को दोनों हाथों को उठाए रखें, യേശുവിനോടൊപ്പം നടക്കാം. यीशु के साथ चलने के लिए। കർത്താവെ ഞങ്ങളെ സമർപ്പിക്കാം. खुदा हम अपने आप को समर्पित करते हैं। ലോകത്തിൽ ഒരു പേര് കിട്ടിയില്ലെങ്കിലും, संसार में हमें कोई नाम प्रशस्ति मिले ना ലോകത്തിൽ मिले, ആരും ഞങ്ങളെ അറിഞ്ഞില്ലെങ്കിലും, लोग हमें जाने ना जाने, ലോകത്തിൽ ഒരു മൂലധനവും ഞങ്ങൾക്കില്ലെങ്കിൽ, और इस संसार में हमारे पास कोई धन संपत्ति नहीं, ദൈവത്തോടൊപ്പം നടക്കാം. परंतु परमेश्वर के साथ चलने के लिए ഇന്ന് പകൽ തീരുമാനത്തോടെ സമർപ്പിക്കപ്പെട്ട സകല ദൈവമക്കളെയും ദൈവദാസൻ എന്ന നിലയിൽ മനസ്സ് തുറന്ന് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. प्रार्थना करते हैं सभी निर्णय लेने वाले पासवान और आपके जन के लिए। आप खुदा हम उनके लिए प्रार्थना करते हैं। അടുത്ത വർഷം ഞങ്ങൾ തമ്മിൽ ഇനി കാണുമോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. हम नहीं जानते कि अगले सत्र वापस हम मिलेंगे या ना मिलेंगे, അതിനു മുമ്പ് ഞങ്ങളുടെ കർത്താവ് വരുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. और हमको नहीं पता कि क्या उसके पहले शायद हमारा यीशु आ जाए, അതോ ഞങ്ങളിൽ ചിലരെങ്കിലും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമോ എന്ന് ഞങ്ങൾക്ക് और അറിയാം. हम नहीं जानते शायद हम में से कोई इस संसार से मिट जाए, പക്ഷെ കണ്ടാലും കണ്ടില്ലെങ്കിലും परंतु अगर हम आपस में ना मिले तो ഞങ്ങൾ പിടിച്ചിരിക്കുന്ന വിശ്വാസം, हमने जो विश्वास को पकड़ लिया, ഞങ്ങൾ സേവിക്കുന്ന ദൈവം जो जिस परमेश्वर की हमसे ഞങ്ങൾക്കൊരു ഉയർപ്പ് സമ്മാനിക്കുന്ന ദൈവമാണെന്നുള്ള തിരിച്ചറിവ് हमें एक पुनरुत्थान का जीवन देगा, इस बात को समझते हैं। ദൈവത്തോടൊപ്പം നടക്കാം. परमेश्वर के साथ चलने के लिए എല്ലാവരെയും സഹായിക്കും. सभी को हम समर्पित करते മനസ്സ് തുറന്ന് അനുഗ്രഹിക്കും. हैं, और जिन्होंने अपने मनों को खोला യേശുവിൻ നാമത്തിൽ തന്നെ. यीशु के नाम കർത്താവ് നിങ്ങളെ ഒത്തിരി സഹായിക്കട്ടെ. परमेश्वर हम सभी को बहुत കേരളത്തിലുള്ള സഭകളുടെ പ്രത്യേക ആശംസകളും അഭിനന്ദനങ്ങളും ഞങ്ങൾ അറിയിക്കുകയാണ്. केरला के विशेष सभी कलीसियाओं की का धन्यवाद और अभिनंदन मैं आपको पेश करता हूँ। ഞങ്ങളുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ ടി എം കുള്ള, സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ മോഹൻ തോമസ്, പാസ്റ്റർ പോൾ രാജ, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ലിസ്റ്റിലുള്ള പാസ്റ്റർ ഷിബു മാത്യു ഉൾപ്പെടെയുള്ള ധാരാളം ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. അടുത്ത ദൈവം അനുവദിച്ചാൽ ജനുവരിയിലെ നമ്മുടെ കൺവെൻഷൻ 50ാമത്തെ വാർഷിക കൺവെൻഷനാണ്. വലിയ ക്രമീകരണങ്ങൾ ആ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നു. നിങ്ങൾ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. സാഹചര്യമുള്ളവർ കടന്നു വരിക. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് ഒന്നിച്ച് ആ കൺവെൻഷനിലും അനുഗ്രഹം പ്രാപിക്കാം. ഗോഡ് ബ്ലസ് യു. മാറാനാഥ. നമ്മുടെ രൂപാന്തരം സംഭവിക്കാൻ പോകുന്നു. ഉറപ്പോടെ യാത്ര ചെയ്യാം. കർത്താവ് केरला സഹായിക്കട്ടെ. संस्था के एग्जीक्यूटिव भी हमारे मध्य में, आप सभी का बहुत बहुत धन्यवाद। विशेष करके केरला में जनवरी महीने में 50वां हमारा कन्वेंशन होने जा रहा है।